عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. സഹോദരങ്ങളെ, കഴിഞ്ഞയാഴ്ച നോമ്പുമായി ബന്ധപ്പെട്ട സുപ്രധാനങ്ങളായ ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്താനാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നോമ്പ് നിർബന്ധമാകാനുള്ള, അത് സ്വീകരിക്കപ്പെടാനുള്ള ഷർത്തുകളും നോമ്പ് ബാത്തിലാകുന്ന കാര്യങ്ങളുമാണ് പ്രധാനമായി നമ്മൾ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ നോമ്പിൻ്റെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് നോമ്പ് കൊണ്ടുള്ള ശർഅത്ത് നിർബന്ധമാക്കിയതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചു. നോമ്പിൽ നിർബന്ധമായിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, നമ്മുടെ നോമ്പിൽ ഒഴിച്ചുകൂടാനാവാത്ത, നിർബന്ധമായി നമ്മൾ പാലിക്കേണ്ടുന്ന ചില വാജിബാത്തുകളുണ്ട്. പലതും നമുക്കറിയുന്നതാണ്. ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലക്ക് അത് സൂചിപ്പിക്കാം. ഫജ്ർ ഉദിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ, അതായത് സൂര്യൻ ഉദിക്കലും ഫജ്ർ ഉദിക്കലും വ്യത്യാസം നമ്മൾ പറഞ്ഞു. നോമ്പ് ആരംഭിക്കുന്നത് തുലൂഉൽ ഫജ്ർ മുതലാണ്, ഫജ്റിന്റെ ഉദയം മുതലാണ്, സൂര്യോദയം മുതലല്ല. സൂര്യോദയം മുതലാണെങ്കിൽ സൂര്യൻ ഉദിച്ചത് മുതലല്ലല്ലോ നമ്മൾ നോമ്പ്. ഫജ്ർ ഉദിക്കുക, അതായത് സുബ്ഹിക്ക് മുമ്പ്, സുബ്ഹി ബാങ്കിന് മുമ്പ് ഫജ്ർ സ്വാദിഖിന്റെ ഉദയം മുതലാണ് നോമ്പ് നിർബന്ധമാകുന്നത്. അപ്പോൾ ഫജ്റായി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മളത് സുബ്ഹിന്റെ ബാങ്ക് കൊടുക്കുന്നത് മാനദണ്ഡമാക്കുന്നു. പിന്നീട് നോമ്പ് മുറിക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല, അത് നിർബന്ധമാണ്. അതാണല്ലോ നോമ്പ്. അതുപോലെ തന്നെ അത് സൂര്യൻ അസ്തമിക്കുന്നത് വരെ നമ്മൾ അതിൽ നിന്ന് വിട്ടുനിൽക്കണം. അതാണ് യഥാർത്ഥത്തിൽ നോമ്പ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനിടയിൽ നോമ്പിൻ്റെ നമ്മുടെ നിയ്യത്ത് മുറിഞ്ഞു പോകാൻ പാടില്ല. ഈ സൂര്യൻ ഫജ്ർ ആരംഭിച്ചത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള ഈ സമയം, നോമ്പിൻ്റെ സമയം, സുബ്ഹി മുതൽ മഗ്രിബ് വരെയുള്ള സമയത്തിനിടക്ക് നോമ്പ് മുറിച്ചു എന്നൊരാൾ നിയ്യത്ത് വെച്ചാൽ, അല്ലെങ്കിൽ അയാളുടെ നിയ്യത്തിൽ നോമ്പ് മുറിച്ചിരിക്കുന്നു എന്നയാൾ കരുതിയാൽ അയാളുടെ നോമ്പ് ബാത്തിലാവും. നോമ്പ് മുറിക്കുന്ന ഒരു കാര്യവും ഇതിനിടയിൽ സംഭവിക്കാൻ പാടില്ല എന്നതുപോലെ തന്നെ നോമ്പിൻ്റെ നിയ്യത്ത് നഷ്ടപ്പെടാൻ പാടില്ല. നിയ്യത്തുണ്ടെങ്കിലേ നോമ്പ് സ്വീകരിക്കുള്ളൂ. ഏത് ഇബാദത്തും നിയ്യത്തുണ്ടെങ്കിലേ സ്വീകരിക്കുള്ളൂ. ഒരാൾ നോമ്പ് മുറിച്ചു എന്നതിനടുത്ത് വിചാരിച്ചാലോ, പറയൊന്നും വേണ്ട, മനസ്സിൽ വിചാരിച്ചാൽ മതി. നമ്മൾ പറഞ്ഞു നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ചൊല്ലി പറയലല്ല, അത് ബിദ്അത്താണ്. നോമ്പ് മുറിച്ചു എന്നൊരാൾ വിചാരിച്ചാൽ തന്നെ അയാൾ നോമ്പ് ബാത്തിലായി. അത് സംഭവിക്കാൻ പാടില്ല. ഇത് നിർബന്ധമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നോമ്പിന്റെ നിയ്യത്ത് സൂര്യൻ അസ്തമിക്കുന്നത് വരെ, നോമ്പ് മുറിക്കാൻ സമയമായി എന്ന് ഉറപ്പാകുന്നത് വരെ ആ നിയ്യത്തിൽ നമ്മൾ ഉണ്ടാകണം. മറ്റൊരു കാര്യം, ഇപ്പം റമദാനിൽ മറന്നുകൊണ്ടോ, അതല്ലെങ്കിൽ ബോധപൂർവമോ, അതല്ലെങ്കിൽ രോഗി, അയാളുടെ രോഗം റമദാനിൻ്റെ പകലിൽ ശിഫ ആയി, രോഗം കാരണം നോമ്പ് ഉപേക്ഷിച്ചു, പകലിൽ തന്നെ രോഗം മാറി, അതല്ലെങ്കിൽ യാത്രക്കാരൻ, നോമ്പ് ഉപേക്ഷിക്കാൻ ഇളവുള്ള യാത്രക്കാരൻ, അയാൾ യാത്ര കഴിഞ്ഞ് റമദാനിൻ്റെ പകലിൽ തന്നെ തിരിച്ചു വന്നു. ഹൈലോ നിഫാസ് ഉള്ള സ്ത്രീകൾ റമദാനിൻ്റെ പകലിൽ തന്നെ ശുദ്ധിയായി. അതല്ലെങ്കിൽ ഒരു അമുസ്ലിം, അവൻ ഇസ്ലാമിലേക്ക് വന്നു. പ്രായപൂർത്തി എത്താത്തവർ പ്രായപൂർത്തിയായി. ബോധക്ഷയം സംഭവിച്ച ആൾക്ക് ബോധം വന്നു, അല്ലെങ്കിൽ ഭ്രാന്തന് ഭ്രാന്ത് മാറി. ഇതൊക്കെ നോമ്പ് ഒഴിവാക്കാനുള്ള ഇളവുകളാണല്ലോ. ഇത് റമദാനിന്റെ പകലിൽ സംഭവിച്ചാൽ അവരെന്താ ചെയ്യേണ്ടത്? പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പറഞ്ഞു, അവർ ബാക്കിയുള്ള പകലിന്റെ സമയം, അവർക്ക് ഏതായാലും നോമ്പ് ഫജ്ർ മുതൽ നോമ്പിന്റെ നിയ്യത്തില്ല, അതുകൊണ്ട് ആ നോമ്പ് അവർക്ക് ലഭിക്കൂല. ആ നോമ്പ് ഏതായാലും ഇല്ലല്ലോ, എന്നാൽ പിന്നെ നോമ്പില്ലാത്തവർ ചെയ്യുന്നത് പോലെ തിന്നാം, കുടിക്കാം, നോമ്പില്ലാത്തവരെ പോലെ ജീവിക്കാം എന്നാണോ മനസ്സിലാക്കേണ്ടതല്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം,
അവർ വായിലേക്ക് വെച്ച ഉരുളയാണെങ്കിൽ അത് പുറത്തെടുക്കണം, അത് നിർബന്ധമാണ്. പറഞ്ഞു മനസ്സിലായോ? ഇപ്പം ഹൈദ് നിഫാസുള്ള സ്ത്രീകൾ അവർ റമളാനിൻ്റെ പകലിൽ ഇനിയിപ്പോൾ അവർ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ നോമ്പ് ഒഴിവാക്കാൻ ഇളവുള്ള ആളുകൾ അവർ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെയും ആൾക്കാരുടെ മുമ്പിൽ പരസ്യമായി അത് ചെയ്യരുത്. അവർ മാത്രം അറിയുന്ന രഹസ്യമായ അടുക്കളയിലോ അതല്ലെങ്കിൽ ആളുകൾ കാണാത്തടത്ത് പോയി രഹസ്യമായി അവർ ചെയ്യണം. അത് പരസ്യമായി ചെയ്യാൻ പാടില്ല, ഇളവുള്ളവർ പോലും. ഇനി ഇളവുള്ളവരുടെ ഇളവ് നഷ്ടപ്പെട്ടു, അതായത് രോഗം മാറി അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായി സ്ത്രീകളാണെങ്കിൽ, അതല്ലെങ്കിൽ പ്രായപൂർത്തിയില്ലാത്തവർ പ്രായപൂർത്തിയായി റമളാനിലെ പകലത് സംഭവിച്ചാൽ അവർ ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണെങ്കിൽ പോലും ആ ഭക്ഷണം പുറത്ത് കളയണം. അതുപോലെ തന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും അവരത് പിടിച്ചു വെക്കണം. അന്നത്തെ നോമ്പ് അവർക്ക് കിട്ടില്ലെങ്കിലും അവരുടെ ഉദർ, നോമ്പ് ഒഴിവാക്കാനുള്ള അവരുടെ റുഖ്സ, അവരുടെ ഇളവ് അത് നീങ്ങിപ്പോയതിനാൽ ബാക്കിയുള്ള സമയം മുഴുവൻ അവർ നോമ്പുകാരെ പോലെ കഴിച്ചു കൂട്ടണം. പക്ഷെ നോമ്പ് അവർക്ക് കിട്ടില്ല. കാരണം എന്താ? ഫജ്ർ മുതൽ നിയ്യത്തോടുകൂടി അവർ നോമ്പെടുത്തിട്ടില്ല. ആ നോമ്പ് ഒരു ഖളാ വീട്ടുമാണ്. പറഞ്ഞു മനസ്സിലായോ? ഇത് നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല ആളുകളും അശ്രദ്ധയിലാകുന്ന കാര്യങ്ങളാണ്. മുസ്ലിമായ കാഫിറായിരുന്ന റമളാനിന്റെ പകൽ മുസ്ലിമായ വ്യക്തി വരെ ഇത് ചെയ്യണം. ഇത് ശ്രദ്ധിക്കണം. അത്തരക്കാർക്ക് അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. എങ്കിൽ പിന്നെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കണം. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ, അവർക്ക് പ്രായപൂർത്തിയായാലാണല്ലോ നോമ്പ് നിർബന്ധമാകുക. പ്രായപൂർത്തിയായില്ലെങ്കിലും തമീസെത്തിയ വിവേകമുള്ള കുട്ടികൾക്ക് നോമ്പെടുക്കാം, അവർക്ക് കൂലി കിട്ടും. പക്ഷെ നോമ്പ് അവർക്ക് നിർബന്ധമല്ല. നോമ്പ് ഒഴിവാക്കി എന്നതിൻ്റെ പേരിൽ അവർ ശിക്ഷിക്കപ്പെടുകയില്ല. പ്രായപൂർത്തിയായാൽ ആ കുട്ടികളെ പോലും നമ്മളിത് ശ്രദ്ധിച്ച് അവരെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ളതാണ്. അവർ നോമ്പുകാരെ പോലെ ആ ദിവസം കഴിച്ചു കൂട്ടുകയും പിന്നീട് ആ നോമ്പ് നോറ്റുകൂട്ടുകയും വേണം. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ആത്മനിയന്ത്രണമില്ലാത്തവർ. ഇപ്പം നമുക്കറിയാം, മുതിർന്നവർക്കറിയാം, സ്ത്രീകളുമായി അകലം പാലിക്കണം, ഭാര്യമാരുമായി ഇണയുമായും അകലം പാലിക്കണം. ഈ അകലം പാലിച്ചില്ലെങ്കിലും അവരുമായി ഇടപഴകിയാലും പ്രശ്നമില്ല, തങ്ങളുടെ നോമ്പിനത് ബാധിക്കില്ല എന്നുള്ളവർക്ക് പ്രശ്നമല്ല. എന്നാൽ തങ്ങളുടെ നോമ്പിനെ ബാധിക്കുന്ന ഫിത്ന അതുകൊണ്ടുണ്ടാകും എന്നറിയുന്നവർ നിർബന്ധമായും ഭാര്യമാരുമായും സ്ത്രീകളുമായും അകലം പാലിക്കണം. നിർബന്ധമാണ്, വാജിബാണ്. ആത്മനിയന്ത്രണമുള്ളവർ, അതെന്താണെങ്കിലും അവരുമായിട്ടുള്ള സഹവാസമാകട്ടെ, ചുംബനമാകട്ടെ, എന്തുമാകട്ടെ, വ്യക്തമായ ഹറാമിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ അവർ നിർബന്ധമായും അവിടെ അകലം പാലിക്കൽ വാജിബാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ ചുംബിച്ചിട്ടുണ്ട് നോമ്പുകാരനായിരിക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ആ വിഷയത്തിൽ ചോദിച്ചു വന്ന യുവാവായ സ്വഹാബിക്ക് റസൂൽ ഇളവ് നൽകിയില്ല, എന്ന വൃദ്ധനായ സ്വഹാബിക്ക് റസൂൽ ഇളവ് നൽകി. റസൂലുള്ളാഹിയാകട്ടെ ചുംബിച്ചിട്ടുണ്ട് നോമ്പുകാരനായിരിക്കെ ഭാര്യമാർ. എന്താണ് ഇത് മനസ്സിലാക്കാനുള്ളത്? ഫിത്ന ഭയപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ആത്മനിയന്ത്രണമുള്ളവരാണെങ്കിൽ അവർക്ക് ഇളവുണ്ട്, അവർക്ക് ആ വിഷയത്തിൽ ഭയപ്പെടേണ്ടതില്ല. എന്നാൽ ആത്മനിയന്ത്രണം സാധിക്കാത്തവർ ഹറാമിലേക്ക് എത്തുമെന്ന് ഉറപ്പുള്ളവർ നിർബന്ധമായും സ്ത്രീകളുമായുള്ള സഹവാസവും സംസർഗവും അതിൽ നിന്ന് അകലം പാലിക്കണം. മറ്റുള്ളത് വ്യക്തമായി നമുക്കറിയാലോ, ജിമാ അതെന്തായാലും നോമ്പിനെ ബാത്തിലാക്കി കളയുന്നതാണ്, സംശയമില്ല. മറ്റൊരു കാര്യം, നോമ്പുകാരൻ നിർബന്ധമായും ഒഴിവാക്കേണ്ടത് അതിൽപ്പെട്ടതാണ് അനാവശ്യമായ സംസാരം, അവിവേകം പ്രവർത്തിക്കുക, ഗീബത്ത് പറയുക, നമീമത്ത് പറയുക. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീനിൽ നോമ്പുകാലത്തും അല്ലാത്തപ്പോഴും ഹറാമാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോമ്പുകാലത്ത് പ്രത്യേകിച്ച് അതിൻ്റെ ഗൗരവം കൂടും. അത് നോമ്പിനെ തന്നെ നഷ്ടപ്പെടുത്തി കളയും. ഹറാമായ സംസാരമോ കാഴ്ചയോ കേൾവിയോ പ്രവർത്തനമോ ഒന്നും തന്നെ നോമ്പുകാരന് പാടില്ല. അതിൽ നിന്ന് വിട്ടുനിൽക്കൽ വാജിബാണ്, നിർബന്ധമാണ്. ചില ആളുകൾ റമളാനിൽ ഒഴിവുവേളകളിൽ മ്യൂസിക് കേട്ട് സമയം കൊല്ലും. അതല്ലെങ്കിൽ ഇപ്പോൾ അതാ സ്മാർട്ട് ഫോൺ ഇല്ലാത്തൊരു കുട്ടി പോലുമില്ല, വീട്ടിലെ മക്കൾക്ക് വരെ സ്മാർട്ട് ഫോണാണ്. അതിലിങ്ങനെ അനാവശ്യമായ റീൽസും അതുപോലെ തന്നെ ഷോർട്സും ഒക്കെ കണ്ടിരുന്ന സമയം കളയും. സുബ്ഹാനല്ലാഹ്, എത്ര ഏറ്റവും ചുരുങ്ങിയത് ഇനിയിപ്പോൾ ഉപകാരമുള്ളൊരു സംഗതി നമ്മളതിൽ കാണുകയാണെങ്കിൽ വരെ ആഡായി മ്യൂസിക് വരും, വരില്ലേ? മ്യൂസിക് കേൾക്കൽ ഹറാമാണ്. ഇസ്ലാമിൻ്റെ വിധി ഹറാമാണ്, സംഗീതം ഹറാമാണ്. അതുകൊണ്ട് ഹറാമായ കാഴ്ചയോ കേൾവിയോ പ്രവർത്തനമോ
ഗീബത്തോ നമീമത്തോ തുടങ്ങി ഇസ്ലാമിൽ ഹറാമാക്കപ്പെട്ട എന്തൊക്കെ വിഷയങ്ങളുണ്ടോ നോമ്പ് കാലത്ത് അതിന്റെ ഗൗരവം കൂടും, നമ്മുടെ നോമ്പിനെ നശിപ്പിക്കും, നോമ്പിന്റെ പ്രതിഫലത്തെ അത് ഇല്ലാതാക്കും. ഒരൊറ്റ ഹദീസ് മതി അതിനുള്ള തെളിവായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹീഹുൽ ബുഖാരിയിൽ കാണാവുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, മല്ലം യദഅ ഖൗല സൂർ വൽ അമല ബി, ആരാണോ അനാവശ്യമായ ഹറാമായ വാക്കും പ്രവൃത്തിയും, വൽ ജഹൽ അവിവേകം, വിവേകം എന്ന് പറഞ്ഞാൽ ദേഷ്യം വന്ന് വിവേകമില്ലാതെ തോന്നിയത് പ്രവർത്തിക്കുക, അത് വാക്കാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും വിവേകമില്ലാത്ത പ്രവർത്തനങ്ങൾ എന്തുമാകട്ടെ, എന്തു അനാവശ്യമായ വാക്കുകളാകട്ടെ, ഇത് ഉപേക്ഷിക്കാത്തവന് ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു, അവൻ വെറുതെ വെള്ളവും പാനീയവും ഒഴിവാക്കി നോമ്പെടുക്കുന്നത് അള്ളാഹുവിന് ആവശ്യമില്ല എന്നാണ്. ആളുകൾ വിചാരിച്ചു വെച്ചൊരു വിചാരം എന്ന് പറഞ്ഞാൽ നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി എടുക്കുക, വെള്ളം കുടിക്കാതിരിക്കുക, ഇതാണ് നോമ്പ്. നോമ്പ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. പട്ടിണി സഹിക്കുക, ദാഹം സഹിക്കുക, ഭക്ഷണവും വെള്ളം കുടിക്കാതിരിക്കുക, കഴിക്കാതിരിക്കുക, ഇത്രയുള്ളൂ നോമ്പ്. ഇതാണ് ഇസ്ലാമിലെ നോമ്പ് എന്നാണ് മുസ്ലിം ഉമ്മത്തിലെ ബഹുഭൂരിപക്ഷം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പട്ടിണി കിടന്നാൽ വെള്ളം കുടിക്കാതെ നോമ്പായി എന്നാണ്, നിസ്കരിച്ചില്ലെങ്കിലും വേണ്ടില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. മറ്റ് ഹറാമുകളൊന്നും ഒഴിവാക്കിയില്ലെങ്കിലും വേണ്ടില്ല, വെള്ളവും ഭക്ഷണവും മാത്രം ഒഴിച്ചു നിർത്തിയാൽ മതി എന്ന് വിചാരിക്കുന്നവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടിയാണിത്. അള്ളാഹു ഹറാമാക്കിയ വാക്കോ പ്രവർത്തനമോ അവിവേകമോ ഒഴിച്ചു നിർത്താത്തവന്റെ നോമ്പ് അള്ളാഹ്ക്ക് ആവശ്യമില്ല. അവൻ വെറുതെ പട്ടിണി കിടന്നിട്ടും വെള്ളം കുടിക്കാതെ ദാഹം സഹിച്ചിട്ടും നോമ്പ് നോക്കുന്നതിന് അള്ളാഹുവിന് ആവശ്യമില്ല. അങ്ങനെ നോമ്പ് നോക്കിയിട്ട് കാര്യമില്ല എന്നാണ്. അതുകൊണ്ട് കേവലം പട്ടിണിയും ദാഹവും സഹിക്കലല്ല നോമ്പ് എന്ന് പറഞ്ഞാൽ, അതിനപ്പുറത്ത് സകല ഹറാമിൽ നിന്നും നമ്മുടെ ശരീരം ഭക്ഷണത്തിൽ നിന്നും പാനീയത്തിൽ നിന്നും നോമ്പനുഷ്ഠിക്കുന്നത് പോലെ കണ്ണും കാതും കൽബും മുഴുവൻ സകല ഹറാമുകളിൽ നിന്നും നോമ്പെടുക്കുന്ന നോമ്പായിരിക്കണം. അല്ലാത്ത നോമ്പ് അള്ളാഹുവിന് ആവശ്യമില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കൽ നിർബന്ധമാണ്. മറ്റൊരു കാര്യം, നോമ്പ് നമ്മൾ ഇന്ന് ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ഇഷ്ടത്തോടെ നോമ്പെടുക്കണം. അത് നോമ്പ് നിർബന്ധമല്ലാത്ത പ്രായപൂർത്തി ഇല്ലാത്ത കുട്ടികൾ വരെ അവരെ നമ്മളങ്ങനെ ശീലിപ്പിക്കണം. ഇഷ്ടത്തോടെ ആഗ്രഹത്തോടെ പൂതിയോടെ നോമ്പെടുക്കാൻ അവരെ നമ്മൾ പ്രേരിപ്പിക്കണം. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ നോമ്പ് ബാത്തിലാവാന്ന് മാത്രമല്ല, നമ്മുടെ സകല അമലുകളും ബാത്തിലാകുന്നൊരു പ്രധാനപ്പെട്ട സൂക്ഷ്മമായൊരു മസല ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ നോമ്പെടുക്കുന്നുണ്ട്, എല്ലാ കൊല്ലം നോമ്പെടുക്കുന്നുണ്ട്, ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ നോമ്പെടുത്തിട്ടുണ്ട്. പക്ഷേ നോമ്പെടുക്കുന്നത് മനസ്സിൽ നിറഞ്ഞ ഇഷ്ടത്തോടു കൂടിയല്ലെങ്കിൽ എന്തപ്പോൾ ചെയ്യുക? റമദാനായില്ലേ, നോമ്പെടുക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. എല്ലാവരും നോമ്പെടുക്കുന്നുണ്ട്, വീട്ടിലെല്ലാവർക്കും നോമ്പാണ്, നാട്ടിലെല്ലാവർക്കും നോമ്പാണ്, നമ്മളെ സമൂഹം ഒന്നടങ്കം നോമ്പെടുക്കുന്നു. നോമ്പെടുക്കാതെ നിർവാഹമില്ലല്ലോ. ഒരു നോമ്പ് ഇന്നേ വരെ ഒഴിവാക്കിയിട്ടില്ല. ഈ റമദാനിൽ നോമ്പ് ഒഴിവാക്കാൻ ഉദ്ദേശമില്ല. പക്ഷെ ഉള്ളിലൊരു വെറുപ്പുണ്ട്, ഒരു നീരസമുണ്ട്, അങ്ങേയറ്റം ഇഷ്ടമില്ല നോമ്പിനോട്, അല്ലെങ്കിൽ റമദാനിനോട്, ഇബാദത്തുകളോട്. ഇങ്ങനെ ഇഷ്ടം വച്ചിട്ടാണ്, ഇഷ്ടമില്ലാതെ വെറുപ്പോടുകൂടിയാണ് നമ്മൾ നോമ്പെടുക്കുന്നതെങ്കിൽ നമ്മൾ നോമ്പെടുത്താൽ പോലും നോമ്പ് എന്നല്ല നമ്മുടെ സകല ഇബാദത്തുകളും ബാത്തിലാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഹമ്മദിലൂടെ അമലുകൾ നിഷ്ഫലമാകുന്ന കുഫാറുകളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി പറഞ്ഞു. എന്തുകൊണ്ടാണ് അവരുടെ അമലുകൾ നിഷ്ഫലമായത്? നിഷേധികളുടെ, കുഫാറുകളുടെ, ദാലിക ബിഅന്നഹും കരിഹൂ മാ അൻസലല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ചതിനോട് അവർ വെറുപ്പ് വെച്ച് പുലർത്തി, അവർക്ക് ഇഷ്ടമുണ്ടായില്ല. ഫഅഹ്ബത അഅമാലഹും, അങ്ങനെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായി. ഒരു പ്രവർത്തനമല്ല, അള്ളാഹുവിന്റെ ദീനിൽ അവൻ നിയമമാക്കിയ ഏതെങ്കിലും ഒരു കാര്യത്തോട് നമുക്ക് വെറുപ്പുണ്ട്, അത് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ശരി, പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ താടി നീട്ടുന്ന ഒരാൾ, ആ താടി നീട്ടുന്നത് ഇഷ്ടത്തോടു കൂടിയല്ല, അയാളുടെ ഉള്ളിൽ ഇത് വെക്കാതെ നിർവാഹമില്ലല്ലോ. താടി വടിക്കൽ മുസ്ലിം പുരുഷന്മാർക്ക് ഹറാമാണല്ലോ, താടി വളർത്തൽ വാജിബാണല്ലോ, അതുകൊണ്ട് ഇത് ചെയ്യാതെ നിർവാഹമില്ലല്ലോ, കുടുങ്ങിപ്പോയി എന്ന അർത്ഥത്തിലാണ് ചെയ്യുന്നത്, ഇഷ്ടത്തോടു കൂടിയല്ല. അവൻ ആ താടി വെക്കുന്നതുകൊണ്ട് യാതൊരു ഉപകാരമില്ല. ഒരുപക്ഷെ അതിന്റെ വിധി അറിയാതെ താടി വടിച്ച് നടക്കുന്നവൻ ഇവനേക്കാൾ മെച്ചപ്പെട്ടവനായിരിക്കും. പറഞ്ഞു മനസ്സിലായോ? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയ, എനിക്ക് മേൽ ഫർളാക്കിയ ഇബാദത്താണ്. ഇതെന്റെ സ്വർഗ നേട്ടത്തിനും പരലോകമോചനത്തിനും കാരണമാണ്, എന്റെ മഗ്ഫിറത്തിന് ഇത് കാരണമാണ്, ഇത് ഞാൻ ഇഷ്ടത്തോടെ ചെയ്യട്ടെ എന്ന നീയത്തില്ലാതെ, അല്ലെങ്കിൽ എന്ന ചിന്തയില്ലാതെ വെറുപ്പോടുകൂടി ഒരാൾ അത് നിർവഹിച്ചാൽ അവന്റെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമാകാൻ അത് കാരണമാകും. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തൊരു നന്മയും ഏതൊരു സുന്നത്തും ഏതൊരു ഇബാദത്തും
നമ്മളത് ചെയ്യുന്നതിലല്ല കാര്യം, എങ്ങനെ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. നമ്മൾ അങ്ങേയറ്റത്തെ ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ, ഈമാനോടെ, ഇഹ്തിസാബോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപമോചനത്തിനും തിന്മകൾ പൊറുക്കപ്പെടാനും കാരണമാകുന്ന നോമ്പിന് 2 നിബന്ധനകളാണ് വെച്ചത്. റമളാനിലെ തറാവീഹ് നിസ്കാരത്തിനും അതേ നിബന്ധനകൾ വെച്ചു. ലൈലത്തുൽ ഖദ്ർ നിസ്കാരത്തിന് പോലും റസൂൽ അതേ നിബന്ധന വെച്ചു. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ വഹ്തിസാബൻ. ഈ 3 ഹദീസുകളിലും റസൂൽ വെച്ച 2 നിബന്ധനകൾ ഈമാനോടുകൂടി, ഇഹ്തിസാബോടുകൂടി. ഇത് അള്ളാഹു എനിക്ക് നിർബന്ധമാക്കിയതാണ്, അവന്റെ കൽപ്പനയാണ്, ഇതനുസരിക്കൽ എന്റെ ബാധ്യതയാണ്, ഞാനത് ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ, പ്രതീക്ഷയോടെ, ഭയപ്പാടോടുകൂടി നിർവഹിക്കണം. ഈ ഈമാനോടുകൂടി അള്ളാഹുവിൽ നിന്നുള്ള കൂലി പ്രതീക്ഷ മറ്റാരെയും കാണിക്കാനോ ബോധിപ്പിക്കാനോ പറയിപ്പിക്കാനോ ആരെങ്കിലും പേടിച്ചിട്ടൊന്നുമല്ല. അള്ളാഹുവിലുള്ള ഈമാനോടെ അവന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരാണോ നോമ്പെടുക്കുന്നത്, റമളാനിൽ നിന്ന് നിസ്കരിക്കുന്നത്, ലൈലത്തുൽ ഖദ്റിൽ ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി ആരാണോ ഇങ്ങനെ നിസ്കാരം നിർവഹിക്കുന്നത്, അവരുടെ പാപങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുന്നത്. ഈ ചാരിയിരിക്കുന്ന മുതിർന്നവരല്ലാത്ത കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ ശാരീരികമായ? നിങ്ങളെക്കാൾ പ്രായമുള്ള വയസ്സായ ആളുകൾ ഇവിടെ നേരെ നിവർന്നിരിക്കണം. മുമ്പിൽ വന്നിരിക്കും, സൊഫയിൽ ക്ലാസ്സിന് ഇരിക്കുന്നുണ്ടെങ്കിൽ വൃത്തിയിൽ വന്നിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് പോകാം. വെറുതെ ഇഷ്ടമില്ലാതെ ഇരുന്നിട്ട് കാര്യമില്ല. ഇഷ്ടമില്ലാതെ ഒരു കാര്യം ചെയ്യരുതെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യത്തോടു കൂടി മാത്രം കേട്ടാൽ ഇരുന്നാലും മതി. ആർക്കാനും വേണ്ടി ഇരുന്നിട്ട് കാര്യമില്ല, അവനവന് വേണ്ടിയിരിക്കണം. ശരി, ഇത് ഇബാദത്തിൽ നോമ്പിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന നിർബന്ധമായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇത്രയും പറഞ്ഞ നിർബന്ധമായ കാര്യങ്ങളാണ്. നോമ്പിൽ പ്രബലമായ ഒരുപാട് സുന്നത്തുകൾ ഹദീസുകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്താഴമാണ്, സഹൂർ. അത്താഴം കഴിക്കൽ നിർബന്ധമല്ലെങ്കിലും അത് നോമ്പിന്റെ പ്രബലമായ സുന്നത്താണ്. ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ വന്നതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസ്ലു മാ ബൈന സിയാമിന വ സിയാമി അഹ്ലിൽ കിതാബി അക്ലത്തു സഹർ. നമ്മുടെയും വേദക്കാരുടെയും, അതായത് ജൂത നസാറാക്കളുടെയും ഇടയിലുള്ള നോമ്പിന്റെ വ്യത്യാസം അത്താഴമാണ്. യഹൂദ നസാറാക്കൾക്ക് നോമ്പുണ്ടായിരുന്നു, പക്ഷെ അവരുടെ നോമ്പിൽ എന്തില്ല? അത്താഴമില്ല. നമ്മുടെ നാട്ടിലും ഇസ്ലാമികേതര സമൂഹങ്ങൾ നോമ്പെടുക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് അത്താഴം ഉണ്ടാവില്ല. അവർക്ക് ഭക്ഷണം കഴിക്കൽ തന്നെ വ്രതാണ്, പക്ഷെ ഭക്ഷണത്തിൽ ചില വിഭവങ്ങൾ ഒഴിച്ചു നിർത്തുക എന്നുള്ളതല്ലാതെ. അപ്പൊ നമ്മുടെ നോമ്പും അവരുടെ നോമ്പും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. വിശേഷ്യ ജൂത നസാറാക്കളുടെ നോമ്പും നമ്മുടെ നോമ്പും തമ്മിലുള്ള വ്യത്യാസം, മുസ്ലിമീങ്ങളുടെ നോമ്പിന് അത്താഴമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. സ്വഹീഹ് ബുഖാരിയിലെ മുസ്ലിമിൽ ഒരുപോലെ വന്ന മറ്റൊരു ഹദീസിൽ കാണാം, തസഹറൂ തസഹറൂ ഫഇന്ന ഫി സഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിക്കണേ, കൽപ്പനയാണ് റസൂലുള്ളാഹിന്റെ, നിർബന്ധമായ കൽപ്പന. ഒരാൾ അത്താഴം കഴിക്കാതെ നോമ്പ് വെച്ചാൽ അയാളുടെ നോമ്പ് ശരിയാണ്, പ്രശ്നമില്ല. പക്ഷെ അത്താഴം കഴിക്കാതെ നോമ്പ് വെച്ചാൽ അതിന്റെ ബറക്കത്ത് കുറവ് നമുക്ക് ആ നോമ്പിൽ അനുഭവപ്പെടും, ഇല്ലേ? ഒരിറക്ക് വെള്ളമാണെങ്കിൽ വെള്ളം കുടിക്കാതെ, ഒരിറക്ക് വെള്ളം പോലും കുടിക്കാതെ നമ്മൾ അത്താഴം കഴിക്കാതെ നോമ്പെടുത്താൽ അതിന്റെ ക്ഷീണം നമ്മൾ നോമ്പിൽ അനുഭവിക്കൂലേ? അനുഭവിക്കും. നോക്കൂ, നിങ്ങൾ അത്താഴം കഴിച്ച് ഒരിറക്ക് വെള്ളമാണെങ്കിൽ പോലും ആ അത്താഴം കഴിച്ച് നോമ്പെടുത്താൽ ഉണ്ടാകുന്ന ആ നോമ്പിന് ലഭിക്കുന്ന സഹായം, ആ നോമ്പിൽ ലഭിക്കുന്ന ബറക്കത്ത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ നോമ്പില്ലാത്ത വേളയിൽ രാത്രി പള്ളം നിറയെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും, അല്ലേ? രാവിലെയും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടുണ്ടാവും. ഒരു നേരം ഒന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുകയല്ല, കഴിക്കണ സമയം തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തല കറങ്ങും, BP വേരിയേഷൻ വരും, പ്രയാസപ്പെടും, കുഴഞ്ഞു വീഴുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഒരിറക്ക് വെള്ളം മാത്രം അത്താഴത്തിന്റെ നിയത്തിൽ കഴിച്ചിട്ട് ഒരു പകലൂടെ ചുട്ടു പൊള്ളുന്ന വെയിലത്ത് നമ്മൾ നോമ്പ് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രയാസം നമ്മൾ അനുഭവിക്കുന്നില്ല. ഇതാണ് അത്താഴത്തിന്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ. അത്താഴത്തിന്റെ ബറക്കത്തുകൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു അനുഭവമാണിത്. ഒരുപാട് അത്താഴത്തിന്റെ ബറക്കത്ത് നമ്മെ അറിയിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമുക്ക് അനുഭവവേദ്യമാകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത്താഴം നിങ്ങൾ കഴിക്കണം. ഫഇന്ന ഫി സഹൂരി ബറക. അത്താഴത്തിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബ്ദുല്ലാഹ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് റസൂൽ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഇന്നഹാ ബറകത്തുൻ അഅതാകുമുല്ലാഹു ഇയ്യാഹാ ഫലാ തദഉ. അത്താഴം ബറക്കത്താണ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുന്ന ബറക്കത്താണ്. അല്ലാഹു
മറ്റു സമൂഹങ്ങൾക്കില്ലാത്ത വിധം നിങ്ങൾക്ക് പ്രത്യേകമായി നൽകിയ ബറക്കത്താണ്. ഫലാ തദഉ, നിങ്ങളത് ഉപേക്ഷിക്കരുതേ, അത്താഴം നിങ്ങൾ ഉപേക്ഷിക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. വേറൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു അത്താഴത്തിന് ക്ഷണിച്ചു. ദഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല സഹൂർ ഫി റമളാനിൽ ഹലുമ്മ ഇലൽ ഗദാഇൽ മുബാറക്. വിളിച്ചത് ഇങ്ങനെയാണ്, അനുഗ്രഹീതമായ ബറക്കത്തുള്ള അത്താഴ ഭക്ഷണത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ക്ഷണിച്ചത്. അവിടെ റസൂലുള്ളാഹി അത്താഴത്തിന് അനുഗ്രഹീതമായ ഭക്ഷണം എന്ന് പറഞ്ഞു. അപ്പം അത്താഴത്തിന് കഴിക്കുന്ന ഭക്ഷണം ഏറ്റവും ബറക്കത്തുള്ള ഭക്ഷണമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ഇറക്ക് വെള്ളമാണെങ്കിലും അതിന്റെ സ്വാധീനം ആ നോമ്പിൽ നമ്മൾ തിരിച്ചറിയും. മിഖ്ദാം ഇബ്നു മഅദി കരിബ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അലൈക്കും ബിഗദാഇ സഹൂർ ഫഇന്നഹു ഹുവൽ ഗദാഉൽ മുബാറക്. നിങ്ങൾ അത്താഴ ഭക്ഷണം കഴിക്കണം, അത് അനുഗ്രഹീതമായ ഭക്ഷണമാണ്. വേറെ ഹദീസിൽ കാണാം, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അല്ലാഹും അവന്റെ മലക്കുകളും അത്താഴം കഴിക്കുന്നവർക്കുമേൽ സ്വലാത്ത് ചെയ്യും, സ്വലാത്ത് ചൊല്ലുമെന്നാണ്. അത്താഴം കഴിക്കുന്ന ആളുകൾക്കുമേൽ അള്ളാഹു മലക്കുകളും സ്വലാത്ത് നിർവഹിക്കും. എന്താണ് അള്ളാഹുവിന്റെ മലക്കുകളും സ്വലാത്ത് തമ്മിലുള്ള വ്യത്യാസം? അള്ളാഹു നമുക്ക് സ്വലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹു മലക്കുകൾക്കിടയിൽ നമ്മൾ അത്താഴം കഴിക്കുന്നവരാണെങ്കിൽ ആ അത്താഴം കഴിക്കുന്നവരെ സ്മരിക്കും, നമ്മുടെ പേര് പരാമർശിക്കും. മലക്കുകൾക്കിടയിൽ, ഒരു തെറ്റും ചെയ്യാത്ത മലക്കുകൾക്കിടയിൽ പാപികളായ ദോഷികളായ നമ്മൾ അത്താഴം കഴിക്കുമ്പോൾ അള്ളാഹു നമ്മെ സ്മരിക്കുമെന്നാണ്, പരാമർശിക്കുമെന്നാണ്. മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മലക്കുകൾ അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി, ഒരു തെറ്റും ചെയ്യാത്ത മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ദുആ ചെയ്യും. ഇതാണ് മലക്കുകളുടെ സ്വലാത്ത്. അത്താഴം കഴിക്കുന്നവർക്ക് കിട്ടുന്ന വലിയ നേട്ടമാണിത്. സംഗതി നമുക്ക് ഉപകാരമുള്ളതാണെങ്കിലും, അതുകൊണ്ട് നമ്മുടെ ശാരീരികമായ ഉപകാരമാണെങ്കിലും ആത്മീയമായതുകൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അത്താഴം കഴിക്കുമ്പോൾ ഇന്ന് ഈ ചിന്തയൊക്കെ നമ്മുടെ മനസ്സിൽ വേണം, എങ്കിലേ അതിന്റെ ബറക്കത്ത് നമുക്ക് പൂർണ്ണമായി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഹദീസുകൾ ഓരോന്നും ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. എപ്പോഴാണ് അത്താഴത്തിന്റെ സമയം? അത്താഴം വൈകിപ്പിക്കലാണ് സുന്നത്ത്. അതായത് സുബഹി ബാങ്കിനോട്, ഫജറിന്റെ ബാങ്കിനോട്, ഫജർ ഉദിക്കുന്നതിന്റെ അവസാന സമയത്തോട് പിന്തിപ്പിക്കലാണ്. അതാണ് അത്താഴത്തിലെ സുന്നത്തായ സമയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴം കഴിച്ചിരുന്ന സമയത്തെപ്പറ്റി ഹദീസുകൾ കാണാം. ഞങ്ങൾ നബിയോടൊപ്പം അത്താഴം കഴിച്ചു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യാണ്, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി. അതായത് ഞങ്ങൾ നബിയോടൊപ്പം അത്താഴം കഴിച്ചു, പിന്നെ ഞങ്ങൾ നിസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടു. അനസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എത്രയാണ് റസൂലുള്ളാഹിന്റെ ഒപ്പം നിങ്ങൾ അത്താഴം കഴിച്ചതിന്റെയും നിസ്കാരത്തിന്റെയും ഇടയിലുള്ള സമയം എത്രയാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഖദ്റു 50 ഔ 60 ആയ, 50 60 ആയത്തുകൾ ഓതാനുള്ള സാമാന്യം വലുപ്പമുള്ള 50 60 ആയത്തുകൾ ഓതുന്നത്ര ദൈർഘ്യം, അത്രയും സമയമാണ് റസൂലുള്ളാഹിന്റെ അത്താഴ വിരാമത്തിന്റെയും നിസ്കാരത്തിന്റെയും, ബാങ്കിന്റെ അല്ല, നിസ്കാരത്തിന്റെയും ഇടയിലുള്ള സമയം. അപ്പൊ അത്രയും സുബ്ഹി ബാങ്കിനോട് അടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴത്തെ പിന്തിപ്പിക്കലുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷത്തിനും ദഹിക്കാത്ത പ്രബലമായ സുന്നത്താണിത്. അത്താഴം വൈകിപ്പിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. അത്താഴം വൈകിപ്പിക്കണമെന്ന് കൽപ്പിക്കുന്ന ഒരുപാട് ഹദീസുകൾ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മആശിറൽ അംബിയാഇ ഉമിർന അൻ നുഅജ്ജിലൽ ഇഫ്താർ വൻ നുഅഖിറ സഹൂർ വഅൻ നദ്രിബ ബിഐമാനിനാ അലാ ശമാഇലിനാ. ഞങ്ങൾ അമ്പിയാക്കളുടെ സമൂഹം, റസൂലുള്ളാഹിക്ക് മാത്രം നിയമമാക്കിയ സുന്നത്തല്ല അത്. ഞങ്ങൾ അമ്പിയാക്കൾ ഒന്നടങ്കം കൽപ്പിക്കപ്പെട്ട കാര്യമായിരുന്നു, നോമ്പ് തുറക്കാൻ സമയമായി കഴിഞ്ഞാൽ, സൂര്യൻ അസ്തമിച്ചെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നോമ്പ് തുറക്കാൻ ധൃതി കൂട്ടലും അത്താഴം സുബ്ഹിയോടടുത്ത് വൈകിപ്പിക്കലും ഞങ്ങൾ അമ്പിയാക്കൾ ഒന്നടങ്കം കൽപ്പിക്കപ്പെട്ട കാര്യമായിരുന്നു. ആ കൂട്ടത്തിൽ നബി ഒരു കാര്യം കൂടി എണ്ണി. മൂന്നാമത്തെ കാര്യം, നിസ്കാരത്തിൽ ഞങ്ങളുടെ വലത് കൈകൾ ഇടത് കൈയിന് മുകളിൽ വെക്കാനും. ഇതെല്ലാം അമ്പിയാക്കൾക്ക് ഒരുപോലെ നിയമമാക്കപ്പെട്ട സുന്നത്താണ്. അത്താഴം കഴിക്കാൻ വൈകിപ്പിക്കുക എന്നുള്ളത് അമ്പിയാക്കളുടെ സുന്നത്താണ്. ഇക്കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾ പാലിക്കേണ്ടുന്ന സുന്നത്ത് മാത്രമല്ല, സകല അമ്പിയാക്കളും അവരുടെ സമൂഹത്തോട് കൽപ്പിച്ച സുന്നത്താണ്. 3 കാര്യങ്ങൾ നുബുവത്തിന്റെ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ കാര്യങ്ങൾ ആവർത്തിച്ചതായി കാണാം. അത്താഴം ബന്ധിപ്പിക്കലും നോമ്പ് തുറക്കാൻ സമയമായി കഴിഞ്ഞാൽ സമയത്തിന് മുമ്പ് ധൃതി കൂട്ടലല്ല, സമയമായി കഴിഞ്ഞാൽ നോമ്പ് തുറക്കുക എന്നുള്ളത് പിന്നെ ധൃതി കൂട്ടലും. പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ആഴ്ച മസ്അല സൂചിപ്പിച്ചിരുന്നു,
നമ്മൾ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് കൊടുക്കുകയാണ്, എന്ത് ചെയ്യണം? അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ ആ വിഷയത്തിൽ വന്നൊരു ഹദീസ് ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹം സ്വഹീഹ് എന്ന് വിലയിരുത്തിയ സുനൻ അബി ദാവൂദിൽ വന്ന, അതുപോലെ തന്നെ ഇമാം അഹ്മദിന്റെ മുസ്നദിൽ വന്ന ഹദീസിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇദാ സമിഅ അഹദുകുമുൻ നിദാ, നിങ്ങൾ ആരെങ്കിലും അത്താഴം കഴിക്കുമ്പോൾ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ, വൽ ഇനാഉ അലാ യദിഹി, വൽ ഇനാഉ അലാ യദിഹി, തന്റെ കയ്യിൽ ഭക്ഷണപാത്രമുണ്ട്, ഫലാ യദഅഹു ഹത്താ യഖ്ലിയ ഹാജതഹു മിൻ, അവൻ തന്റെ ആവശ്യം പൂർത്തിയാകുന്നത് വരെ ആ ഭക്ഷണത്തളിക താഴെ വെക്കാതിരിക്കട്ടെ എന്ന ഹദീസുണ്ട്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ അത്താഴം കഴിക്കാൻ എഴുന്നേൽക്കാൻ വൈകി, ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല, തൻ്റെ കയ്യിൽ ഭക്ഷണത്തളികയുണ്ട്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ബാങ്ക് കൊടുത്തു എങ്കിൽ ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണത്തളിക താഴെ വെച്ചാൽ മതി. ഇതാണ് ഹദീസിന്റെ ആശയം. എന്നാൽ ഈ വിഷയം നമുക്ക് അള്ളാഹു നൽകിയ ഇളവാണെങ്കിലും അള്ളാഹുവിൻ്റെ കാരുണ്യമാണെങ്കിലും ഈ വിഷയത്തിൽ നമ്മൾ അലംഭാവം കാണിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ പുരോഹിത വർഗം പറയുന്നത് പോലെ ഈ ഹദീസൊന്നും അവർ ഉമ്മത്തിനെ കേൾപ്പിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല. അത്താഴം വൈകിപ്പിക്കുക എന്നുള്ള സുന്നത്ത് അവർക്ക് അറിയുന്നല്ല. മറിച്ച് എപ്പോഴാണ് അത്താഴം കഴിക്കൽ? 1 മണിക്കും 2 മണിക്കും അല്ലെ? അത്താഴം തസ്ഹീർ എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്, അറബിയിൽ പറയും. എന്ന് പറഞ്ഞാൽ അത്താഴത്തിന്റെ സമയമായി എന്നറിയിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും വിളംബരം ചെയ്യും. ഇവിടെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ആ രംഗത്തുള്ള ബിദ്അത്താണ് 1 മണി 2 മണിയാകുമ്പോൾ പാതിരാക്ക് ഖുർആൻ ഓതുക, ലൗഡ് സ്പീക്കറിലൂടെ മുല്ലാക്ക മുഅദ്ദിന് ഇന്ന് ഖുർആൻ അങ്ങ് ഓതും. അത് ബിദ്അത്താണ്. പണ്ഡിതന്മാർ അത് പഴയ കാലത്ത് വേറെ പല രൂപത്തിലും ഇത്തരം ബിദ്അത്തുകൾ നടന്നിരുന്നതായി പറഞ്ഞായി കാണാൻ സാധിക്കും. ചെണ്ട കൊട്ടുക, അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ സമയത്ത്, അതായത് പാതിരാ സമയത്ത് വെടിപൊട്ടിക്കുക, ഇങ്ങനെ പലതും കാണാം. ഇത് ബിദ്അത്താണ്. നോമ്പിന്റെ രംഗത്ത് റമദാനിൽ നടക്കുന്ന ബിദ്അത്താണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കാണുന്നതാണ് ഈ 1 മണിക്ക് 2 മണിക്കും അല്ലേ മൈക്കിലൂടെ ലൗഡ് സ്പീക്കറിലൂടെ ഖുർആൻ പാരായണം ചെയ്യുക. അത് അത്താഴത്തിന്റെ സമയമായി എന്ന് അറിയിക്കലാണ്. അങ്ങനെ അത്താഴത്തിന്റെ സമയമായി എന്ന് അറിയിക്കുന്ന രൂപത്തിൽ പിന്നെ ഇങ്ങനെ വിളംബരം ചെയ്യലും, അതുപോലെ തന്നെ ആ സമയത്ത് പാതിരാത്രിക്ക് അത്താഴം കഴിച്ചിട്ട് എന്താ സംഭവിക്കുന്നത്? സുബി പോലും നിസ്കരിക്കാതെ കിടന്നുറങ്ങാം. സുബി നിസ്കാരം ഉണ്ടാവില്ല. എന്നാൽ അത്താഴത്തിലെ സുന്നത്തെ അത് വൈകിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി ഒരാൾ എന്നും ഇത് ബാങ്ക് കൊടുക്കണ വരെ ബാങ്ക് കൊടുക്കണ കാത്തിരിക്കണോ അത്താഴം കഴിക്കാൻ? അല്ല, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നിർത്തണം. ഒരു പക്ഷേ എപ്പോഴെങ്കിലും എഴുന്നേൽക്കാൻ വൈകിക്കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് കഴിക്കുന്ന, ചിലപ്പോൾ ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ ഒരിറക്ക് വെള്ളം മതിയാകും, അല്ലെങ്കിൽ 2 3 കാരക്കകൾ മതിയാകും. അതല്ലാതെ ഒരു പ്ലേറ്റ് നിറയെ ഫുഡ് നമ്മൾ എന്നും കഴിക്കണം എന്ന് വാശി പിടിച്ചിട്ട് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലും അത് കഴിച്ചേ ഞാൻ അവസാനിപ്പിക്കുക എന്ന് വാശി പിടിക്കലും അലംഭാവം പിടിക്കലും അല്ല ഈ പറഞ്ഞ ഹദീസിന്റെ ഉദ്ദേശം. ഒരു പക്ഷേ എന്നെങ്കിലും നമുക്കിങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാതെ അത്താഴത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടുത്തി നോമ്പെടുത്ത് ക്ഷീണിപ്പിക്കാൻ അള്ളാഹു നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. അതാണ് ഈ രംഗത്തെ ഇളവ്. അപ്പം അതുകൊണ്ട് ഈ ഇളവ് നമ്മൾ ഇളവായി ഉപയോഗിക്കണം. എന്നും സ്ഥിരമായി ബാങ്ക് കൊടുക്കുന്നവരെ അത്താഴം ബന്ധിപ്പിച്ച് ബാങ്ക് കൊടുത്ത് തീരുന്നത് വരെ പ്ലേറ്റുള്ളത് മുഴുവൻ കഴിച്ച് അശ്രദ്ധയിലാകുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനൊരു ഹദീസ് വിഷയത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അത് ആവശ്യത്തിന് നമുക്കുള്ള ഇളവായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അത്താഴത്തിന് നമ്മൾ കഴിക്കേണ്ടുന്ന ഏറ്റവും നല്ല ഭക്ഷണം എന്താണ്? തംറാണ്, ഈത്തപ്പഴമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമ സഹൂറുൽ മുഅ്മിനി അത്തംർ. ഒരു മുഅ്മിനിന്റെ അത്താഴ ഭക്ഷണത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം തംറാണ്. എത്ര നല്ല ഏറ്റവും നല്ല ഭക്ഷണമായി തംറിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴ ഭക്ഷണത്തിൽ ഈത്തപ്പഴം എത്ര നല്ല ഭക്ഷണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈത്തപ്പഴം അത് സുന്നത്താണെന്നുള്ള നിലയ്ക്ക് ഒരു ഈത്തപ്പഴമെങ്കിലും കഴിച്ചാൽ ആ സുന്നത്തിനെ നമുക്ക് ഹയാത്താക്കാൻ സാധിക്കും. ഇനി ഈത്തപ്പഴം ഇല്ലെങ്കിലോ, നേരത്തെ പറഞ്ഞ പോലെ ഒരിറക്ക് വെള്ളം കുടിച്ചിട്ടെങ്കിലും, ഇനി വെള്ളം ഇല്ലെങ്കിലോ എന്തെങ്കിലും കഴിക്കാം. അതെല്ലാം അത്താഴത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴ ഭക്ഷണമായി ഹദീസിൽ സൂചിപ്പിച്ച കാര്യങ്ങളാണ്. വെള്ളം പോലും കുടിക്കാനില്ലാത്തവർക്ക് കിട്ടുന്നത് എന്താണെങ്കിലും അത്താഴമായി കഴിക്കാം എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത്താഴം കൊണ്ട് നമുക്ക് ധാരാളം ഉപകാരങ്ങൾ ലഭിക്കും. അതിൽ പ്രധാനപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റുക. 2, ഉന്മേഷത്തോടെയും ആരോഗ്യത്തോടെയും ക്ഷീണമില്ലാതെയും നോമ്പ് നിർവഹിക്കാൻ അത്താഴം നമ്മെ സഹായിക്കും. 3, അത്താഴത്തിന്റെ സമയം പ്രാർത്ഥനയ്ക്ക് ദുആഇന് ഉത്തരം ലഭിക്കുന്ന സമയമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അത്താഴം കഴിക്കുന്നതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ദുആ അധികരിപ്പിക്കാനും. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ,
മുഅ്മിനീങ്ങളുടെ പ്രത്യേകതയായി അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, അവർ അത്താഴ സമയങ്ങൾ, അസ്ഹാർ എന്നാണ് പറഞ്ഞത്, അത്താഴ സമയങ്ങളിൽ, രാത്രിയുടെ അവസാന യാമങ്ങളിൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ്. അത് നോമ്പ് കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും മുഅ്മിനീങ്ങളുടെ സമ്പ്രദായം അതാണ്. നോമ്പ് കാലത്ത് അത്താഴം കഴിക്കാൻ വേണ്ടി നമ്മൾ ആ സമയം ഉണർന്നിരിക്കുന്നു, തഹജ്ജുദിന്റെ സമയത്ത്. ആ സമയത്ത് അത്താഴം കഴിക്കുന്നതോടൊപ്പം നമ്മൾ ശ്രദ്ധ പാലിക്കേണ്ട കാര്യമാണ് ഇസ്തിഗ്ഫാർ ചെയ്യുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ അത്താഴം കഴിക്കാമെന്ന് നമ്മൾ നേരത്തെ ഹദീസ് ഉദ്ധരിച്ചു പറഞ്ഞു. ജൂത നസാറാക്കളോട് പല വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് എതിരാവാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വേഷത്തിലും നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ വസ്ത്രധാരണത്തിലും പുരുഷന്മാർ അവരുടെ താടിയിലും മീശയിലും വരെ ജൂത നസാറാക്കളോട് എതിരാകാനുള്ള പാഠങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ ജൂത നസാറാക്കൾക്കും നമുക്കുമിടയിലുള്ള നോമ്പിന്റെ വ്യത്യാസമായി റസൂലുള്ളാഹി പഠിപ്പിച്ചാണ് അത്താഴം. അതുകൊണ്ട് ജൂത നസാറാക്കളോട് എതിരാകലാണ് അത്താഴം കഴിക്കുക എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം സുബ്ഹി ജമാഅത്തിന് അത്താഴം കഴിക്കാൻ എഴുന്നേൽക്കുന്നവർ. എങ്ങനെ എഴുന്നേൽക്കുന്നവർ? സുന്നത്തിന്റെ അത്താഴം കഴിക്കുന്നവർ. അത്താഴം സുബ്ഹിയോട് അടുത്ത് വൈകിപ്പിക്കണമെന്ന് പറഞ്ഞു. 1 മണിക്ക് 2 മണിക്ക് അത്താഴം കഴിച്ച് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നവർ സുബ്ഹി നിസ്കാരം പോയി ചിലപ്പോൾ ളുഹറൊക്കെ നഷ്ടപ്പെടുത്തി കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. നിസ്കാരം തന്നെ ഇല്ലാതെ അങ്ങനെ ഉറങ്ങിക്കളയുന്ന ആളുകളുണ്ട്. അപ്പോൾ സുന്നത്തിന്റെ അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് സുബ്ഹി ജമാഅത്തിന് കൃത്യമായി മസ്ജിദിലേക്ക് എത്താൻ സാധിക്കും. ഇതൊക്കെ അത്താഴത്തിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന നേട്ടങ്ങളായി പണ്ഡിതന്മാർ ഉണർത്തുന്ന കാര്യങ്ങളാണ്. ശരി, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്താണ് തഅജീലുൽ ഫിത്ർ, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുക എന്നുള്ളത്. എന്താണ് നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ? സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നോമ്പ് തുറക്കുക, അതിന് തിരക്കൂട്ടുക. നമ്മൾ അതിന് മാനദണ്ഡമായി നിശ്ചയിക്കുന്നതാണ് നമ്മളെ മഗ്രിബിന്റെ ബാങ്ക്. എന്നാൽ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, റമദാനിൽ സൂക്ഷ്മതയുടെ പേരിൽ മഗ്രിബ് ബാങ്ക് ബോധപൂർവം പിന്തിക്കുന്ന ആളുകളുണ്ട്. സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പായിട്ടും 6, 7, 5 മിനിറ്റ് പിന്തിക്കുക. അതുപോലെ തന്നെ അത്താഴത്തിന്റെ വിഷയത്തിലെ സൂക്ഷ്മത പറഞ്ഞ് സുബ്ഹി ബാങ്ക് ബോധപൂർവം നേരത്താക്കുക. അല്ലെ, സുബ്ഹി ബാങ്ക് അവർ നേരത്തെയാക്കും, മഗ്രിബ് ബാങ്ക് ബോധപൂർവം പിന്തിപ്പിക്കും. ഇത് രണ്ടും ബിദ്അത്താണ്. ഇത് രണ്ടും പണ്ഡിതന്മാർ ഗൗരവത്തിൽ വിലക്കിയിട്ടുള്ള റസൂലുള്ളാഹിയുടെ സുന്നത്തിന് ഘടകവിരുദ്ധമായ സമ്പ്രദായമാണ്. നേരെ തിരിച്ചാണ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. നോമ്പ് തുറക്കാൻ സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നിർബന്ധമായും നമ്മൾ തിരക്കൂട്ടണം. അത്താഴം പരമാവധി നമ്മൾ സുബ്ഹിയോടടുത്ത് വൈകിപ്പിക്കണം. റസൂലുള്ളാഹി പറഞ്ഞതിന് നേരെതിരാണിത്. അത്താഴം വൈകിപ്പിക്കുന്ന പോലെ തന്നെ നോമ്പ് തുറക്കാൻ ധൃതി കൂട്ടുക എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുക എന്നുള്ളത് നമ്മളത് മനസ്സിലാക്കാനുള്ള ഒരു മാർഗം, മാധ്യമം മാത്രമാണ്. ബാങ്ക് കൊടുക്കാത്ത കേൾക്കാത്ത സ്ഥലങ്ങളാണെങ്കിൽ സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് നോമ്പ് തുറക്കാവുന്നതാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ വിഷയത്തിൽ, ഈ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, പല ആളുകളുടെയും ഫോണിൽ അദാന്റെ ആപ്ലിക്കേഷനൊക്കെ ഉണ്ടാവും, മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാവും. നമ്മൾ മസ്ജിദിൽ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇപ്പോൾ 4 ആൾക്ക് 4 ആപ്പ് ഉണ്ടെങ്കിൽ 4 ആപ്പിലും ചിലപ്പോൾ ചെറിയ വ്യത്യാസത്തിൽ ബാങ്കൊക്കെ കൊടുക്കും. അപ്പോൾ സമയം അയക്കണം, മസ്ജിദിൽ ബാങ്ക് കൊടുത്തിട്ടില്ലെങ്കിലും വേണ്ടില്ല, സമയം അയക്കണമെന്നുണ്ട് ചിലർ നോമ്പ് തുറക്കാൻ വേണ്ടി തിരക്ക് കൂട്ടും. അത് ശ്രദ്ധിക്കണം. ആളുകൾക്കിടയിൽ അങ്ങനെ തശ്വീശ് നമ്മൾ ഉണ്ടാക്കരുത്. കൃത്യമായൊരു സമയം, നമുക്ക് ഉറപ്പുള്ള സമയം നമ്മൾ മസ്ജിദിൽ നമ്മൾ ബാങ്ക് കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഇത്തിഫാഖിലായി നോമ്പ് തുറക്കണം. മറ്റത് ഒരാൾ നേരത്തെ തുറക്കുന്നു, വേറൊരാൾ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ് തുറക്കുന്നു, ബാങ്ക് കൊടുത്തില്ലെങ്കിലും വേണ്ട. അങ്ങനെ ആളുകൾക്കിടയിൽ തശ്വീശാക്കുന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ ഈ സൂക്ഷ്മതയുടെ പേര് പറഞ്ഞ് നമ്മൾ മസ്ജിദിൽ കൃത്യമായ സമയത്ത് ബാങ്ക് കൊടുത്താലും അല്ല, അപ്പള്ളിത്തെ മഹല്ല് പള്ളിത്തെ ബാങ്ക് തന്നെ കേൾക്കട്ടെ എന്നാലും നമ്മൾ നോമ്പ് തുറക്കുള്ളൂ എന്ന വാശി പിടിക്കുന്നത് സുന്നത്തിനെതിരാണ്, അത് ബിദ്അത്താണ്. അൽഹംദുലില്ലാഹ് നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മുടെ മസ്ജിദുകളിലുള്ള ബാങ്കിന്റെ സമയം ആധികാരികമായ ശാസ്ത്രീയമായ ടൈം ലൈൻ അനുസരിച്ച് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം തന്നെയാണ് മഗ്രിബ് അദാൻ കൊടുക്കുന്നത്. ആ ബാങ്ക് ആ സമയമായി ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഉടനടി നമ്മൾ നോമ്പ് തുറക്കുക. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം ആളുകൾക്കിടയിൽ തശ്വീശ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പലർക്കും ഇതിന്റെ അടിസ്ഥാന പാഠങ്ങളൊന്നും അറിയാതെ വന്ന് നോമ്പ് തുറക്കുന്നവരായിരിക്കും. അവർക്കിതൊന്നും പറഞ്ഞു കൊടുക്കാതെ നമ്മൾ ഏകപക്ഷീയമായ എന്തെങ്കിലും തീരുമാനമെടുത്താൽ ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കണം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ ബാങ്ക് കൊടുക്കലല്ല നോമ്പ് അവസാനിപ്പിക്കാനും മുറിക്കാനുമുള്ള മാനദണ്ഡം, സമയമായി എന്നറിയലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അഖ്ബല ലൈലു മിൻ ഹാഹുന, രാത്രി ഈ ഭാഗത്ത് നിന്ന് വന്നാൽ, വഅദ്ബറ അൻ-നഹാറു മിൻ ഹാഹുന, പകൽ ഈ ഭാഗത്ത് നിന്ന് പ്രത്യക്ഷമായാൽ, റസൂലുള്ളാഹി 3 മാനദണ്ഡമാണ് പറഞ്ഞത്. വഗറബത്തി ശംസ്, സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പായാൽ, ഫഖദ് അഫ്തറ സായിം, നോമ്പുകാരൻ നോമ്പ് മുറിക്കട്ടെ. അപ്പോൾ
ചിലപ്പോൾ എല്ലാ നാട്ടിലും ഇത് ഒരുപോലെ സംഭവിച്ചോളണമെന്നില്ല. എന്തുകൊണ്ടാണ്? മൂന്നും അതിനോട് തുടർച്ചയായി സംഭവിക്കുന്നതാണ്. രാത്രി അപ്രത്യക്ഷമാകുന്നു, പകൽ അപ്രത്യക്ഷമാകുന്നു, ഇരുട്ട് വരുന്നു, രാത്രി വരുന്നു, ഒപ്പം സൂര്യൻ അസ്തമിക്കുന്നു. പക്ഷെ ഇത് 3 ലക്ഷണം ഒരുപോലെ എല്ലാ സ്ഥലത്തും വെളിപ്പെട്ടോളണമെന്നില്ല. ചിലപ്പോൾ താഴ്വരയിലോ ഉയർന്ന പ്രദേശത്തോ അതല്ലെങ്കിൽ മേഘാവൃതമായ സ്ഥലങ്ങളിലോ ഇതിനൊക്കെ ഏറ്റക്കുറച്ചിൽ സംഭവിക്കാം. ഇതിൽ 3-1 ലക്ഷണം ഉറപ്പായാൽ അവർക്ക് നോമ്പ് മുറിക്കാനാണ്. എന്നാൽ നമ്മൾ ആ സമയത്താണ് ബാങ്ക് കൊടുക്കുന്നുള്ളത് എന്നുകൊണ്ടാണ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോമ്പ് മുറിക്കുന്നത്. അപ്പൊ നോമ്പ് മുറിക്കാൻ സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പായാൽ മതി. ഇതാണ് നോമ്പ് മുറിക്കേണ്ട സമയം. അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോമ്പ് മുറിക്കേണ്ട സമയം ബോധപൂർവം പിന്തിക്കൽ അത് ഹറാമാണ്, പാടില്ലാത്തതാണ്, ബിദ്അത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ. നോമ്പ് മുറിക്കാൻ സമയമായി കഴിഞ്ഞാൽ ആ നോമ്പ് മുറിക്കാൻ ധൃതി കൂട്ടുന്നിടത്തോളം ജനങ്ങൾ നന്മയിലാണെന്ന്. ഈ നന്മയാണ് ഇത്തരം ആളുകൾ ബാത്തിലാക്കുന്നത്. നോമ്പ് മുറിക്കാൻ സമയമായി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നോമ്പ് മുറിക്കാൻ ധൃതി കൂട്ടൽ, ആ ബാങ്ക് കേൾക്കട്ടെ, കുറച്ചും കൂടി സമയം കഴിയട്ടെ എന്ന് പറയാനല്ല ഖൈർ. അത് ഖൈറാണെന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരം ആളുകൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ സമയമായി എന്ന് ഉറപ്പായാൽ നോമ്പ് മുറിക്കാൻ തിരക്ക് കൂട്ടലാണ് ജനങ്ങൾ ഖൈറിലാണ് എന്നതിന്റെ അടയാളം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ ജൂത നസാറാക്കളുടെ വിഷയം പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഈ ദീൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം, നോമ്പ് തുറക്കാൻ ആളുകൾ ധൃതി കാണിക്കുന്നിടത്തോളം ജൂത നസാറാക്കളെക്കാൾ ഈ ദീനിന് പ്രബലതയും അതുപോലെ തന്നെ പ്രാബല്യവും അല്ലാഹു നൽകും. കാരണം ജൂത നസാറാക്കൾ അവർ നോമ്പ് തുറക്കാൻ സമയമായിട്ടും മനഃപൂർവ്വം പിന്തിക്കുന്നവരാണ്. അത്താഴത്തിന്റെ വിഷയം പറഞ്ഞ പോലെ നോമ്പ് തുറക്കുന്ന വിഷയത്തിലും ജൂത നസാറാക്കളെ റസൂലുള്ളാഹി പരാമർശിച്ചു. സമയമായിട്ട് നോമ്പ് തുറക്കാൻ പിന്തിക്കുന്ന ആരുടെ സമ്പ്രദായമാണ്? ജൂത നസാറാക്കളുടെ സമ്പ്രദായമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇങ്ങനെ നോമ്പ് തുറക്കാൻ സമയമായിട്ടും ഇത് ബോധപൂർവ്വം പിന്തിക്കുന്ന ഷിയാക്കളിലെ റാഫിദുകൾ ഉണ്ടാക്കിയ സംസ്കാരമാണ്. ഷിയാക്കളിൽ നിന്ന് കടമെടുത്ത സമ്പ്രദായമാണിത്. ഇത് മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യമല്ല. ജൂത നസാറാക്കളിൽ നിന്ന് ഷിയാക്കൾ കടമെടുത്ത സമ്പ്രദായമാണ് എന്ന് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നോമ്പിലെ പ്രധാനപ്പെട്ട സുന്നത്താണ് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക എന്നുള്ളത്. അതില്ലെങ്കിൽ കാരക്കകൾ കൊണ്ട്, അതല്ലെങ്കിൽ അവർക്ക് വെള്ളം കുടിച്ചുകൊണ്ട്. ഇത് സുന്നത്താണ്. അതുപോലെ തന്നെ നോമ്പ് തുറയുടെ ഭക്ഷണം ലഘൂകരിക്കുക എന്നുള്ളത് സുന്നത്താണ്. ഭക്ഷണം ലഘുവാക്കുക എന്നുള്ളത് എക്കാലത്തും സുന്നത്താണ്. നോമ്പ് തുറക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. എണ്ണക്കടികളില്ലെങ്കിൽ, കരിച്ചതും പൊരിച്ചതും ഇല്ലെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ചില നാടുകളിൽ നോമ്പ് തുറക്കുമ്പോൾ തന്നെ ബിരിയാണി. കണ്ണൂരൊക്കെ നിങ്ങൾ പോയി കാണാം, എല്ലാ നോമ്പ് തുറക്കും ബിരിയാണി കഴിച്ചിട്ട് അവർ നിസ്കരിക്കുള്ളൂ. നോമ്പ് തുറന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ടല്ല, നിസ്കാരത്തിന് മുമ്പ് ഒരു കപ്പ് ബിരിയാണി തിന്നിട്ടേ ഒരു നോമ്പ് തുറക്കുള്ളൂ. കണ്ണൂർ ഞാൻ കഴിഞ്ഞ റമദാൻ വരെ സാക്ഷിയായ സംഗതിയാണ്. അതായത് ആളുകൾ നോമ്പ് എന്ന് പറഞ്ഞാൽ റമദാൻ മാസക്കാലം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കുറക്കേണ്ട മാസമാണ്. ഭക്ഷണത്തിൽ നിന്നും ഈ അന്നപാനീയ വിഭവങ്ങളിൽ നിന്നൊക്കെ നിയന്ത്രണം പാലിക്കേണ്ട മാസമാണ്. പക്ഷേ എന്താണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ? പകൽ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളൂ. പക്ഷെ പകല് ആ ഭക്ഷണം ഒഴിവാക്കിയതിന്റെ കടവും അതിന്റെ അപ്പുറത്തൊക്കെ തീർത്തിട്ടാണ് നോമ്പ് തുറന്നതിന് ശേഷം ആളുകളുടെ ഭക്ഷണക്രമത്തിലെ പ്രകടനം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്താഴത്തിലാണെങ്കിലും നോമ്പ് തുറയിലാണെങ്കിലും ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുക, അമിതവ്യയം കാണിക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ദൂർത്ത് അനാവശ്യമായി ഭക്ഷണം പാഴാക്കുക, ആവശ്യത്തിനപ്പുറത്ത് മൂക്കുമുട്ടെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഹറാമാണ്, പാടില്ലാത്തതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നോമ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സുന്നത്താണ് നോമ്പ് തുറക്കുമ്പോൾ പലരും നോമ്പ് തുറക്ക് ശേഷമുള്ള, നോമ്പ് തുറന്നാൽ ഉടനെയുള്ള ദുആ ഓർമ്മപ്പെടുത്താറുണ്ട്. ദഹബൽ ലമഉ വബതല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. ഈ ദുആ എല്ലാവരും പഠിക്കണം. ഈ ദുആ മാത്രമാണ് നോമ്പ് തുറന്നാൽ സുന്നത്തായി സ്ഥിരപ്പെട്ടിട്ടുള്ള ദുആയി വന്നിട്ടുള്ളത്. സാധാരണ വ്യാപകമായി നമ്മുടെ നാട്ടിലൊക്കെ ചൊല്ലിപ്പറ അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്കിക അഫ്തർതു എന്ന ആ പ്രാർത്ഥന എന്ന ഹദീസ് ദുർബലമാണ്, അത് സ്വീകാര്യയോഗ്യമല്ല. ഈ ദുആ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ദഹബൽ ലമഉ, ദാഹം ശമിച്ചു, വബതല്ലത്തിൽ ഉറൂഖു, ഞരമ്പുകൾ നനഞ്ഞു, വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ പ്രതിഫലം സ്ഥിരപ്പെട്ടിരിക്കുന്നു.
ഈ ദുആ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ നോമ്പ് തുറക്കുമ്പോൾ ബിസ്മി എല്ലാം പലരും മറക്കലുണ്ട്. ഇതിനേക്കാൾ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നോമ്പ് തുറക്കുമ്പോൾ ബിസ്മി അല്ല എന്നുള്ളത്. അത് ഓർമ്മപ്പെടുത്തണം. നമ്മൾ ബിസ്മി ചൊല്ലാൻ നമ്മൾ ഓർമ്മപ്പെടുത്തണം. ഇനി ബിസ്മി ചൊല്ലാൻ മറന്നവരുണ്ടാകും. അവർക്ക് ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു, ബിസ്മില്ലാഹി ഫി അവ്വലിഹി വ ആഖിരി, രണ്ട് റിപ്പോർട്ടുണ്ട്. ഇത് നമ്മൾ ഓർമ്മിപ്പിക്കണം. അതുപോലെ തന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അതെപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഈ ബിസ്മിയും നമ്മൾ വീട്ടിൽ എല്ലാവർക്കും ഒരുമിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ്. എല്ലാവരും അവർക്ക് പറ്റിയ സമയത്ത് സിംഗിളായി ഭക്ഷണം കഴിക്കുന്നതിന് വീട്ടിൽ ബറക്കത്ത് കിട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി പണ്ഡിതന്മാർ പറയുന്നതാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഒരുമിച്ച് ഒരേ പാത്രത്തിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ ആ ബറക്കത്തിന്റെ ആഴം വലുപ്പം കൂടും, സ്നേഹം കൂടും. വീട്ടുകാർക്കിടയിൽ സ്നേഹവും ഐക്യവും മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധമൊക്കെ ഊഷ്മളമാകാൻ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ ബിസ്മില്ല കഴിക്കാനിരിക്കുമ്പോൾ വീട്ടിലെ വാപ്പ മറന്നാൽ മക്കളെ ഓർമ്മിപ്പിക്കുക, മക്കൾ മറന്നാൽ വാപ്പ ഓർമ്മിപ്പിക്കുക, ഭാര്യ മറന്നാൽ ഭർത്താവ് ഓർമ്മിപ്പിക്കുക, ഭർത്താവ് മറന്നാൽ ഭാര്യ ഓർമ്മിപ്പിക്കുക. ഇതൊക്കെ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്. റമദാനിൽ പോലും നമ്മൾ ചെയ്യുന്നില്ലെങ്കിലോ നമ്മുടെ നോമ്പിന്റെ പ്രതിഫലത്തിന് കുറവ് സംഭവിക്കും. അതുകൊണ്ട് ബിസ്മി ചൊല്ലാൻ മറന്നാൽ ചൊല്ലേണ്ടത് ഓർമ്മിപ്പിക്കാൻ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ചൊല്ലാൻ, നോമ്പ് തുറപ്പിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഭക്ഷണം നൽകിയവർക്ക് വേണ്ടി അല്ലാഹുമ്മ അത്ഇമ്മൻ അത്അമനി വസ്ഖി മൻ അസ്ഖാനി. അതുപോലെ തന്നെ നോമ്പ് തുറപ്പിച്ചവർക്ക് വേണ്ടി പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ ഉണ്ട്. അഫ്തറ ഇൻദകുമുസ് സ്വായിമൂൻ, ആർക്കറിയാം? വഅകല തആമകുമുൽ അബ്റാർ വസല്ലത അലൈക്കുമുൽ മലായിക. ഈ ദുആ നമ്മൾ ചൊല്ലണം. നോമ്പ് ആരെങ്കിലും നമുക്ക് നോമ്പ് തുറ സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതല്ലെങ്കിൽ അല്ലാഹുമ്മ ബാരിക് ഫീഹിം, അല്ലാഹുമ്മ ബാരിക് ലഹും, എന്നെങ്കിലും അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യണം എന്നെങ്കിലും അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. നോമ്പ് തുറപ്പിച്ചവർക്ക് വേണ്ടി, ഭക്ഷണം നൽകിയവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ഇതൊക്കെ നോമ്പുമായി ബന്ധപ്പെട്ട സുന്നത്താണ്. അതുപോലെ തന്നെ നോമ്പുകാരന്റെ ദുആ, നോമ്പ് തുറക്കുന്ന വേളയിലുള്ള ദുആ അള്ളാഹു തള്ളപ്പെടാത്ത ദുആ എന്ന് പറഞ്ഞ ഹദീസിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ചിലരത് ദുർബലമാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന വേളയിൽ ദുആ, നോമ്പ് തുറക്കുന്ന വേളയിൽ പ്രത്യേകിച്ചൊരു ദുആ റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. നോമ്പ് തുറന്നതിന് ശേഷമുള്ള കാര്യമല്ല പറഞ്ഞത്. ആ ദുആ നമ്മൾ നേരത്തെ പറഞ്ഞത് അത് നോമ്പ് തുറന്നതിന് ശേഷമാണ്. നോമ്പ് തുറക്കുന്നത് വേളയിൽ, നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പ്, നോമ്പ് തുറക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ ഉള്ള ദുആ അത് സ്വീകാര്യോഗ്യമാണ്, തള്ളപ്പെടുകയില്ല എന്നുള്ള ഹദീസിന്റെ വിഷയത്തിൽ ചർച്ചയുണ്ട്. എന്നാൽ പണ്ഡിതന്മാർ നോമ്പുകാരന്റെ ദുആ തള്ളപ്പെടുകയില്ല എന്ന സ്വഹീഹായ പ്രബലമായ മറ്റൊരു ഹദീസുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പുകാരൻ നോമ്പ് തുടങ്ങിയത് മുതൽ അവസാനിപ്പിക്കുന്നവരെ എല്ലാ നിമിഷവും അവന്റെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ദുആയാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്ന വേളയിലും പ്രത്യേകിച്ചൊരു ദുആ ഒന്നും ഇല്ലെങ്കിലും ഇസ്തിഗ്ഫാർ ചെയ്യുക, ദിക്ർ ചെയ്യുക. ആ സമയത്തൊക്കെ തിക്കും തിരക്കും ബഹളവും വിഭവങ്ങളെക്കുറിച്ചുള്ള മദ്ഹൊക്കെ ആയിരിക്കും. നമ്മൾ അശ്രദ്ധയിലാകുന്ന സമയമാണ്. ചിലപ്പോൾ ആ സമയം വരെ നമ്മൾ ചിലപ്പോൾ ദുആ ചെയ്തിട്ടുണ്ടാവില്ല. നോമ്പെടുത്ത് തുടങ്ങിയത് മുതൽ ആ സമയം വരെ ചിലപ്പോൾ നമുക്ക് ദുആ ചെയ്യാൻ ചിലപ്പോൾ തിരക്കോ അശ്രദ്ധയോ കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ആ സമയത്തെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരു ദിവസത്തെ നോമ്പുകാരുടെ ദുആ നമ്മൾ പാഴാക്കിയത്. ആ നിമിഷം അള്ളാഹുവിന്റെ ഉത്തരം യോജിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നേട്ടം വലുതായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാനും ദുആ ചെയ്യാനും നമ്മൾ ശ്രദ്ധ കാണിക്കണം. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ബഅദ്. സഹോദരങ്ങളെ, നോമ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട സുന്നത്തുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. സാധിക്കുന്നവർക്ക് നോമ്പ് തുറ പിന്നെ സംഘടിപ്പിക്കുക, അതല്ലെങ്കിൽ സാധിക്കുന്ന ആളുകൾക്ക് പിന്നെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ള, റമളാനിൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് കൂലി പ്രതിഫലം ധാരാളം ലഭിക്കുന്ന നന്മയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, റമളാനിൽ ഫിദിയ കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, പ്രായമുള്ള ആളുകൾ, നോമ്പെടുക്കാൻ കഴിയാത്ത ആളുകൾ, മാറാരോഗികൾ, അവർക്ക് വേണ്ടി നമ്മൾ ഫിദിയ കൊടുക്കും. ഈ ഫിദിയ കൊടുക്കുന്ന ഭക്ഷണം അത് റമളാനിന്റെ നോമ്പ് തുറ വിഭവമായി ഒരു പാവപ്പെട്ട ഫാമിലിക്ക് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണമായി കൊടുത്താൽ ഫിദിയയോടൊപ്പം നമ്മൾ നോമ്പ് തുറപ്പിക്കുക എന്നുള്ള നിയത്തും കൂടി വെച്ചു കഴിഞ്ഞാൽ അവനതിന് പ്രതിഫലം ലഭിക്കും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത് ഒരേ പ്രവർത്തനത്തിൽ ഒരുപാട് നിയത്തുകൾ സ്വരുക്കൂട്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിയ്യത്തിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് അല്ലെങ്കിൽ നിയ്യത്തിന്റെ വലുപ്പം അനുസരിച്ച് അതിന് പ്രതിഫലം നിശ്ചയിക്കും. നമുക്ക് കരുതാനും നിയ്യത്ത് വെക്കാനും യാതൊരു പ്രയാസമില്ലല്ലോ, ഉണ്ടോ? നമുക്ക് മനസ്സിൽ നിയ്യത്ത് സ്വരുക്കൂട്ടാൻ യാതൊരു പ്രയാസമില്ല. ഒരു പക്ഷേ അവർക്കതിന് പ്രതിഫലം ലഭിക്കും. നോമ്പ് തുറക്ക്
അവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഫിദിയ അതോടൊപ്പം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ 2 പ്രതിഫലം കിട്ടിയേക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അല്ലാഹു ആലം. അപ്പോൾ നോമ്പ് തുറക്കാൻ ആളുകളെ സഹായിക്കുക, നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കുക, നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് പ്രബലമായ സുന്നത്താണ്. അതുപോലെ തന്നെ റമദാനിൽ ഉംറ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട സുന്നത്താണ്, നമുക്കറിയാം. അതുപോലെ തന്നെ റമദാനിൽ ആരെങ്കിലും നമ്മെ ചീത്ത വിളിച്ചാൽ, നമ്മെ പ്രകോപിപ്പിച്ചാൽ ഹദീസിൽ വന്നതാണ് ഇന്നി സായിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് അവനോട് മറുപടി പറയാന്നുള്ള സുന്നത്താണ്. ആരെങ്കിലും നമ്മെ പ്രകോപിപ്പിച്ചാൽ, നമ്മളെ ദേഷ്യം പിടിപ്പിച്ചാൽ അവരോട് തിരിച്ച് 1 പറഞ്ഞാൽ 10 പറയുന്നതിനപ്പുറത്ത് ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് സംയമനം പാലിക്കുക എന്നുള്ളത് വളരെ മഹത്തായ സുന്നത്താണ്. ചെറിയ കുട്ടികളെ, തമീതെത്തിയ വിവേകമെത്തിയ കുട്ടികളെ 7 വയസ്സ് മുതൽ തന്നെ നോമ്പെടുപ്പിക്കാൻ ശീലിപ്പിക്കുക എന്നുള്ളത് രക്ഷിതാക്കൾ റമദാൻ നടപ്പിലാക്കേണ്ട സുന്നത്താണ്. ആശൂറയുടെ മുഹറം 10 നോമ്പ് വരെ സഹാബ വനിതകളും സഹാബികളുടെ പിതാക്കളും തങ്ങളുടെ മക്കൾക്ക് കളിപ്പാട്ടങ്ങൾ നൽകി അവർ കരയുമ്പോൾ, വിശന്ന് കരയുമ്പോൾ ശ്രദ്ധ തെറ്റിച്ച് നോമ്പെടുപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ഇതൊക്കെ റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രബലമായ സുന്നത്താണ്. അതുപോലെ തന്നെ നോമ്പുകാരൻ പല്ല് തേക്കുക എന്നുള്ളത് റമദാനിൽ അല്ലാത്തപ്പോഴും സുന്നത്താണ്. റമദാനിൽ അത് പ്രത്യേകം സുന്നത്താണ്. എന്നാൽ ആ പല്ല് പോലും തേക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. പല്ല് തേക്കൽ റമദാനിൽ പ്രത്യേകം സുന്നത്താണ്. കാരണം എന്താ? റമദാനിൽ നമ്മൾ നോമ്പെടുക്കുമ്പോൾ നമ്മളെ വായ ദുർഗന്ധം വമിക്കും. ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഭക്ഷണം കഴിച്ച് നമ്മൾ നടക്കുന്നതിനേക്കാൾ വായ ദുർഗന്ധം വമിക്കും, വായ പകർച്ചയാകും. സിവാക്ക് ചെയ്യുക, മിസ്വാക്ക് ഉപയോഗിക്കുക എന്നുള്ളത് അതിൻ്റെ ലക്ഷ്യങ്ങളായി, നേട്ടങ്ങളായി പണ്ഡിതന്മാർ പറഞ്ഞത് വായ ശുദ്ധീകരിക്കും, അള്ളാഹുവിന് തൃപ്തി ഉണ്ടാകും. മർലാത്തുൽ റബ്ബ്, അതുപോലെ തന്നെ മുതഹറത്തുൽ ഫം, വായ അത് ശുദ്ധീകരിക്കും. നോമ്പ് കാലത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പേസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ പല്ല് തേക്കുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾ ശ്രദ്ധിക്കണം, ആ പേസ്റ്റിന് ടേസ്റ്റ് ഉണ്ടാവും. ആ പേസ്റ്റിൻ്റെ അംശം നമ്മുടെ തൊണ്ടയിലൂടെ അകത്തേക്ക് ആമാശയത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതല്ലാത്ത രൂപത്തിൽ ശ്രദ്ധയോടുകൂടി പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേച്ചാൽ വരെ പ്രശ്നമില്ല. എല്ലാ നിസ്കാരങ്ങൾക്ക് മുമ്പ് പല്ല് തേക്കുക എന്നുള്ളത് റസൂലുള്ള നിർബന്ധമാക്കിയിട്ടില്ല, പക്ഷെ അത് സുന്നത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂഇന് മുമ്പ് മിസ്വാക്ക് ചെയ്യാന്നുള്ളത് സുന്നത്താണ്. വുളൂഇന് മുമ്പും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോഴും. അതുകൊണ്ടാണ് നിങ്ങൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, അറബികൾ അവിടെയുള്ള പുറത്തുള്ള ഉലമാക്കൾ അവർ നിസ്കരിക്കാൻ വേണ്ടി ഇഖാമത്ത് കൊടുക്കുമ്പോൾ സഫിൽ നിന്നിട്ട് മിസ്വാക്ക് എടുത്തിട്ട്, അത് സുന്നത്താണ്. പലർക്കത് അലർജിയാണ്, മിസ്വാക്ക് കാണുന്ന തന്നെ പലർക്കും അലർജിയാണ്. അപ്പോൾ നോമ്പ് കാലത്ത് ഇതൊക്കെ നമുക്ക് ഹയാത്താക്കാൻ സാധിക്കുന്ന സുന്നത്താണ് ഓരോ നിസ്കാരത്തിന് മുമ്പ്. അതല്ലെങ്കിൽ പിന്നെ വുളു എടുക്കുമ്പോൾ ഒക്കെ നമ്മൾ ഈ സുന്നത്ത് ഹയാത്താക്കുക. ധാരാളം സിവാക്ക് ചെയ്യാന്നുള്ളതൊക്കെ നോമ്പ് കാലത്ത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന സുന്നത്താണ്. പൊതുവായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ധാരാളം സുന്നത്തുണ്ട്. റമളാനിന്റെ ഹിലാല് കണ്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ ഉണ്ട്. റമളാനിലെ ഹിലാൽ എന്നല്ല, ഏത് മാസത്തിലും ഹിലാല് കണ്ടു കഴിഞ്ഞാൽ ചൊല്ലാൻ പഠിപ്പിച്ചതുകൊണ്ട് അല്ലാഹുമ്മ അഹ്ലിൽഹു അലൈന ബിൽ അംനി വൽ ഈമാനി വൽ ഇസ്ലാം. സമാനമായ ദുആകളുണ്ട്. അല്ലാഹുവേ, ഈ ഹിലാലിനെ ഞങ്ങൾക്ക് സമാധാനവും നിർഭയത്വവും ഇസ്ലാമിലുമായി കൊണ്ട്, റബ്ബി റബ്ബുക്കല്ലാ, ഈ ഉദിച്ച ചന്ദ്രന്റെയും അതുപോലെ തന്നെ എന്റെയും റബ്ബ് അല്ലാഹുവാണ് എന്നിങ്ങനെ ഹദീസുകളിൽ ദുആ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഈ ദുആ സുന്നത്താണ്, നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന സുന്നത്താണിത്. അതുപോലെ തന്നെ എപ്പോഴും ദുആ ചെയ്യാന്നുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞു, നോമ്പുകാരന്റെ ദുആ എപ്പോഴും സ്വീകാര്യോഗ്യമാണ്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമുക്ക് ദുആ ചെയ്യുന്നതിനോടൊപ്പം മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ആരും പേരെടുത്ത് പറയാതെ നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് സർവ്വ മുസ്ലിമീങ്ങൾക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹത്തായതാണ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, നമ്മൾ ഇങ്ങനെ ദുആ ചെയ്താൽ ഓരോ മുസ്ലിമും, ഏത് മുസ്ലിമാണ് നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മുടെ നാട്ടിലുള്ളവരാണോ, നമ്മുടെ കുടുംബത്തിലുള്ളവരാണോ, നമ്മുടെ ആദർശ സുഹൃത്തുക്കളാണോ, അല്ല, അതിനൊരു എണ്ണമില്ല. സർവ്വ മുസ്ലിമീങ്ങളും, ഇസ്ലാമിലായി ഈമാനിലായി ജീവിക്കുന്ന സർവ്വ മുസ്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം ലഭിക്കുന്ന നന്മയുടെ ഒരു ഓഹരി നമുക്ക് ലഭിക്കുന്നതാണ്. സർവ്വ മുസ്ലിമീങ്ങൾക്കും വേണ്ടി മഗ്ഫിറത്ത് തേടിയതിന് സർവർക്കും വേണ്ടി നമുക്ക് നന്മ രേഖപ്പെടുത്തുമെന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൊതുവായ ദുആകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നിസ്കാരത്തിലെ സുജൂദിലെ ദുആ, ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള ദുആ, സലാം വീട്ടുന്നതിന് തൊട്ടുമുമ്പുള്ള ദുആ,
ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. സലാം വ്യാപിപ്പിക്കുക. സലാം എപ്പോഴും നമ്മൾ വ്യാപിപ്പിക്കണം. റമദാനിൽ പ്രത്യേകിച്ച് അതൊരു ഇബാദത്തായ സൽക്കർമ്മമായി എന്ന ബോധത്തോടുകൂടി സലാം വ്യാപിപ്പിക്കണം. അതുപോലെ തന്നെ പുഞ്ചിരിക്കണം. മുസ്ലിമീങ്ങളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കണം. ഈ ആധുനിക കാലഘട്ടത്തിൽ പല ആളുകൾക്കും മടിയുള്ളൊരു സുന്നത്താണിത്. അറിയുന്ന ആളുകളായിരിക്കും, ആദർശ സുഹൃത്തുക്കളായിരിക്കും, ഒരേ സഫിൽ നിൽക്കുന്നവരായിരിക്കും, നാട്ടിലെ നമ്മൾ പരസ്പരം അറിയുന്ന മുസ്ലിമീങ്ങളായിരിക്കും. ഫേസ് ടു ഫേസ് കണ്ടാൽ, ബൈക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്, അവരിങ്ങോട്ട് വരുന്നുണ്ട്, മുഖത്തോട് മുഖം കണ്ടാൽ പോലും ഒന്ന് ചിരിക്കാനോ സലാം പറയാനോ, ചിലപ്പോൾ വേഗത്തിൽ നമ്മൾ പോകുമ്പോൾ സലാം പറയാനും ചിരിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അതിനപ്പുറത്ത് അതിന് സാഹചര്യം ഒരുങ്ങുമ്പോൾ പോലെ മുഖം തിരിച്ചു പോവുക, പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടൊന്നാവില്ല. മടി ആളുകൾക്ക് നാവ് പൊന്തിച്ചൊന്ന് സലാം പറയാൻ, മുഖത്തൊരു പുഞ്ചിരി വിടർത്താൻ പോലും ടാക്സ് കൊടുക്കേണ്ട ഗതികേടാണ്. അത്ര മടിയാണ്. ഇസ്ലാമിന്റെ ഏറ്റവും സാമാന്യമായ, ഏറ്റവും അടിസ്ഥാനപരമായ മൂല്യങ്ങളിൽ മുസ്ലിമീങ്ങളുടെ ഹൃദയമണങ്ങുന്നതിൽ, അവരുടെ ശരീരം ഐക്യപ്പെടുന്നതിൽ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ സ്നേഹം വളരുന്നതിൽ വ്യാപിപ്പിക്കാൻ പറഞ്ഞൊരു സുന്നത്താണ് സലാം വ്യാപിപ്പിക്കുക എന്നുള്ളത്, പുഞ്ചിരിക്കുക എന്നുള്ളത്. ഇത് റമദാനിൽ വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കണം. കുടുംബ ബന്ധം ചേർക്കുക, ഫോണിലെങ്കിലും വിളിച്ചിട്ട് പിന്നെ അകന്ന ബന്ധങ്ങളൊക്കെ ഒന്ന് കൂട്ടിവിളക്കുക, മുറിഞ്ഞുപോയ ബന്ധങ്ങളെ വീണ്ടെടുക്കുക, സ്വതക്ക അധികരിപ്പിക്കുക. ഇങ്ങനെ ധാരാളം അയൽവാസികൾ, ചിലപ്പോൾ നമ്മളുമായി ബന്ധം മോശമായ അയൽവാസികളായിട്ടുണ്ടാവും, അവരെ റമദാനിൽ അവരുമായിട്ടുള്ള ബന്ധം വീണ്ടെടുക്കുക. അയൽവാസികളുടെ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക. സമൂഹത്തിലെ പാവപ്പെട്ടവർ, അശരണർ, യതീമുകൾ, അവർക്കു വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന റമദാനിൽ അതിനുവേണ്ടിയൊരു വിഹിതം സമയം നമ്മൾ മാറ്റിവെക്കുക. ഇതൊക്കെ റമദാനിൽ നഷ്ടപ്പെട്ട നന്മകൾ വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കുന്ന ദിക്ർ, തൗബ, ഇസ്തിഗ്ഫാർ, ഖുർആൻ പാരായണം, ഇതൊന്നും ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. ദിക്റുകളുടെ കൂട്ടത്തിൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അതോടൊപ്പം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സ്വർഗത്തിലെ നിധിയാണത്. ഈ ദിക്റുകൾ റമദാനിൽ ഒരു സമയം പോലും, ഒരു നിമിഷം പോലും ഒന്നും ചെയ്യാനില്ലെങ്കിലും, ഇപ്പം നമ്മൾ യാത്രയിലാണ്, ഡ്രൈവിങ്ങിലാണ്, അല്ലെങ്കിൽ കച്ചവടത്തിലാണ്, ഷോപ്പിലാണ്, വേറെന്തെങ്കിലും ദുന്യവിയായ പ്രവർത്തനങ്ങളിലാണ്, ഇത് നാവ് ചലിപ്പിച്ച് പറയാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? എന്തെങ്കിലും പൈസ ചെലവുണ്ടോ? ഒരു നിമിഷം പോലും ഒരു നന്മയെങ്കിലും കിട്ടാതെ നമ്മൾ പാഴാക്കില്ല എന്നുള്ളത് ഉറപ്പിക്കുക. നമ്മൾ ഇന്ന് ഖുത്ബയിൽ സൂചിപ്പിച്ച പോലെ റമദാനിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷഹ്റുൻ മുബാറക്, ബറക്കത്ത് നിറഞ്ഞ മാസമാണ്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആദ്യ നിമിഷം വരെ അവസാന നിമിഷം വരെ ഓരോ സെക്കൻഡും ബറക്കത്താണ്. ഇതിലൊരു സെക്കൻഡ് നഷ്ടപ്പെട്ടാൽ ആ സെക്കൻഡിലെ ബറക്കത്താണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അങ്ങനെ നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മൾ പാഴാക്കാതെ ദിക്റുകളും അതുപോലെ തന്നെ സുന്നത്തുകളും ശ്രദ്ധിക്കുക. ഇതാണ് പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സുന്നത്തായ കാര്യങ്ങൾ. സഹോദരങ്ങളെ, നോമ്പുകാരന് അനുവദിക്കപ്പെട്ട ചില കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ പലരും ഹറാമാണെന്ന് തെറ്റിദ്ധരിച്ച പല സംഭവങ്ങളുണ്ട്, അല്ലെങ്കിൽ പാടില്ല, കറാഹത്താണ് എന്ന് വിലക്കപ്പെട്ടതായി മനസ്സിലാക്കുന്ന കാര്യങ്ങളുണ്ട്. നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം കുളിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ ശാഫി മദ്ഹബുകാർ. നോമ്പുകാരന് ഉച്ചയ്ക്ക് ശേഷം എന്നല്ല, എപ്പോഴും കുളിക്കാം. നോമ്പുകാരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിരിക്കെ തന്റെ ശരീരത്തിന് തണുപ്പ് ലഭിക്കാൻ വേണ്ടി അവിടുന്ന് തലയിൽ വെള്ളം കോരി ഒഴിച്ചതായി ഹദീസുകളിൽ കാണാം. നോമ്പുകാരന് കുളിക്കാം, അത് ഏത് സമയത്തും കുളിക്കാം, യാതൊരു പ്രശ്നവുമില്ല. സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല, ഷാമ്പു ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. സോപ്പും ഷാമ്പു ഒക്കെ ഉപയോഗിക്കാം, അത്ര പൂശാൻ പാടില്ല, സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, ഉപയോഗിക്കാം, യാതൊരു പ്രശ്നവുമില്ല. പേസ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞു. അത് അകത്തേക്ക് പോകാതെ ശ്രദ്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അത് ഉപയോഗിക്കണം. അതുപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, കൊപ്പിളിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അബദ്ധത്തിൽ നമ്മുടെ വായിലൂടെ അകത്തേക്ക് ചെന്നാൽ അതിന് യാതൊരു പ്രയാസമില്ല, നോമ്പ് മുറിച്ചു കളയുന്നില്ല. ബോധപൂർവം പുതു കൊടുക്കുമ്പോഴൊക്കെ കുട്ടികളൊക്കെ കൊപ്പിളിക്കുന്നതിൻ്റെ അടുക്ക് ഒരർക്ക് വെള്ളം കുടിച്ചാൽ, ബോധപൂർവം കുടിച്ചാൽ, അറിയാതെയാണ് സംഭവിക്കുന്നെങ്കിലോ, നമ്മളിപ്പോൾ വുളു എത്ര ശ്രദ്ധിച്ചെടുത്താലും ഒരു പക്ഷേ എന്തെങ്കിലും വെള്ളത്തിന്റെ ചെറിയൊരു അംശം നമ്മുടെ ഉമിനീരിൽ കലർന്ന് അതിൻ്റെ അകത്തേക്ക് പോകും, അല്ലേ? അതിന് എതിരുണ്ട്, അത് നമ്മുടെ കഴിവിൽപ്പെട്ടതല്ല. നമുക്ക് സാധിക്കുന്ന പോലെ നമ്മൾ ശ്രദ്ധിക്കണം. ഫത്തഖുല്ലാഹ മസ്തതഅതും ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഒരു നഫ്സിനും താങ്ങാത്തത് അല്ലാഹു നമ്മെ അടിച്ചേൽപ്പിച്ചിട്ടില്ല. നോമ്പിന്റെ ആയത്തുകൾ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതിന് ശേഷം എന്താ പറഞ്ഞത്? യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അല്ലാഹു നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന എളുപ്പം ചെയ്യാനാണ്. നോമ്പ് നിർബന്ധമാക്കി നോമ്പിലെ പ്രത്യേക നിയമങ്ങൾ കൊണ്ട് നിങ്ങൾ ഞെരുക്കാനല്ല. അതുകൊണ്ട് ഇസ്ലാമിലെ ഇളവുകൾ അത് ഇളവുകളായി മനസ്സിലാക്കുക. എന്നാൽ ആ വിഷയത്തിൽ നമ്മൾ അശ്രദ്ധ കാണിക്കാതിരിക്കുക. എണ്ണ ഉപയോഗിക്കാം, മൈലാഞ്ചി ഉപയോഗിക്കാം, അതുപോലെ തന്നെ സുറുമ ഉപയോഗിക്കാം. ഇതൊക്കെ നോമ്പുകാരന് അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ തണുപ്പിക്കാൻ വേണ്ടി ശരീരത്തിൽ നനഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് പൊതിയാം, തുടക്കാം, കുളിക്കാം.
ചെവിയിലും കണ്ണിലും മരുന്നിറ്റിക്കാം, മൂക്കിൽ മരുന്നിറ്റിക്കാൻ പാടില്ല, കാരണം അത് വായിലൂടെ അകത്തേക്കെത്തും. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മൾ ചെവിയിലോ കണ്ണിലോ മരുന്നിറ്റിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു കയ്പോ അതിൻ്റെ ഒരു രുചിയോ വായിൽ അനുഭവപ്പെടുന്നതിൽ ശ്രദ്ധിക്കണം, അതകത്തേക്ക് ഇറങ്ങിപ്പോകാതെ ശ്രദ്ധിക്കണം. എന്നാൽ മൂക്കിൽ മരുന്നിറ്റിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, പോഷണത്തിന് വേണ്ടിയല്ലാത്ത ഇഞ്ചക്ഷൻ എടുക്കാം. പോഷണത്തിന് ഉദാഹരണത്തിന് പെയിൻ കില്ലർ പോലെ പെട്ടെന്നൊരു വേദന വന്നു, അതല്ലെങ്കിൽ ഒരു മുറി വന്നു, അത് ഡ്രസ് ചെയ്യണം, ഇപ്പോൾ തരിപ്പിക്കാൻ അവിടെ ഇഞ്ചക്ഷൻ എടുത്തു, അത് കുഴപ്പമില്ല. രക്തം പരിശോധനയ്ക്ക് വേണ്ടി രക്തം കൊടുക്കാം, പ്രശ്നമുള്ള കാര്യമല്ല. രക്തം സ്വീകരിക്കാനോ അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനോ പാടില്ല. കാരണം ഹിജാമ, എന്തുകൊണ്ട് രക്തദാനം ചെയ്തുകൂടാ? അത് ഹിജാമയുമായി ഖിയാസാക്കിയിട്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഹിജാമ നോമ്പുകാരന് പാടില്ല എന്ന് ഹദീസിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്തം നമ്മൾ കൊടുക്കാൻ പാടില്ല. രക്തം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിക്കും, അത് മറ്റൊരു കാരണമാണ്. രക്തദാനം നോമ്പുകാരൻ നടത്തി കഴിഞ്ഞാൽ ക്ഷീണിക്കും. എന്നാൽ ഒരാൾക്ക് രക്തം കൊടുക്കേണ്ടി വന്നു, അത്യാവശ്യമായിട്ട് വീട്ടിൽ ഒരു അപകടം ഉണ്ടായി, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് രക്തം കൊടുക്കേണ്ടി വന്നു, വേറെ ആരും കിട്ടാനില്ല, നോമ്പുകാരനാണ്, എന്ത് ചെയ്യാം? നോമ്പ് മുറിക്കാം. രക്തം കൊടുത്തുകൊണ്ട് നോമ്പ് മുറിക്കാം, നോമ്പ് നോറ്റ് വിട്ടാൽ മതി. അതാണ് സൂക്ഷ്മമായ നിലപാട്. നോമ്പ് മുറിന്ന് വെച്ചിട്ട് രക്തം കൊടുക്കാതിരിക്കണോ? വേണ്ടതില്ല, ചെയ്യാം. അതുപോലെ തന്നെ മറ്റു ഈ പറഞ്ഞ മാതിരി ശരീരത്തിലെ മുറിവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശുശ്രൂഷിക്കാം. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിശദമായി പറഞ്ഞതാണ്. മീശ വെട്ടാം, അതുപോലെ തന്നെ മുടി വടിക്കാം, ഇതൊന്നും പാടില്ല എന്ന് പറയുന്നത്. നഖം മുറിക്കാം, ഇതൊക്കെ ആളുകൾക്ക് വരുന്ന സംശയമാണ്. മുടി എണ്ണയിടാം. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച ഈ കാര്യങ്ങളെല്ലാം നോമ്പുകാരന് ചെയ്യാം. മറ്റെന്തെങ്കിലും ഈ വിഷയമായിട്ട് ആശയക്കുഴപ്പമുള്ള എന്തെങ്കിലും ഉണ്ട്? എൻ്റെ മനസ്സിൽ വന്നതൊക്കെ ഞാൻ പറഞ്ഞേക്കണം. ഇങ്ങനെ നോമ്പ് മുറിയുന്ന ചില കുട്ടികൾ തുപ്പൽ വരെ ഇറക്കാൻ പാടില്ല. തുപ്പൽ ഇറക്കാൻ പറ്റിയ ഉസ്താദേ എന്ന് ചോദിച്ചു വരുന്ന കുട്ടികളുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, കഫം പോലും നമ്മൾ അറിയാതെ ഇറക്കിപ്പോയി കഴിഞ്ഞാൽ നോമ്പ് മുറിയില്ല. ബോധപൂർവ്വം ഒരാളും കഫ ഇറക്കൂലല്ലോ. നോമ്പല്ലാത്ത സമയത്ത് നമ്മൾ കഫ ഇറക്കുമോ? ഇത് ഇറക്കി നമുക്ക് പോഷണം നേടാനുള്ള വളരെ പവിത്രമായ ഒരു സാധനം ആരും മനസ്സിലാക്കുന്നില്ല. അത് തുപ്പിക്കളയുന്ന സാധനമാണ്. അതാണ് അടിസ്ഥാനം. അത് നമ്മൾ ബോധപൂർവ്വം ആരും ഇറക്കുക. അബദ്ധത്തിൽ ഒരാൾ കഫ ഇറക്കിപ്പോയി കഴിഞ്ഞാൽ, അബദ്ധത്തിൽ ഭക്ഷണം കഴിച്ചാൽ പോലും നോമ്പ് മുറിയോ? ഇല്ല. എൻ്റെ ഉമ്മത്തിന് അബദ്ധം സംഭവിക്കുന്നതും മറവിയിലൂടെ സംഭവിക്കുന്നതും വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ വിട്ടുവീഴ്ചയെ നമ്മെ അറിയിച്ചതാണ്. അതുകൊണ്ട് അബദ്ധത്തിൽ ഒരാൾ കഫ ഇറക്കി കഴിഞ്ഞാൽ നോമ്പ് മുറിയില്ല. ബോധപൂർവ്വം ഒരാൾ കഫ ഇറക്കുകയില്ല. അത് ഒഴിവാക്കേണ്ടതാണ്, നമുക്കറിയാം. അപ്പോൾ തുപ്പുനീരിൽ അല്പം കഫം കലർന്നു, ഉമിനീര് നമ്മൾ ഇറക്കി, അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. വേറെ എന്തെങ്കിലും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദമായി പറഞ്ഞ. ഭക്ഷണം രുചി നോക്കാം, പ്രശ്നമില്ല. പക്ഷെ രുചി നോക്കുമ്പോൾ ആ വിഷയത്തിൽ നമ്മൾ തന്നിട്ടുള്ള ഇസ്ലാമിലെ ഇളവുകൾ അത് ഇളവുകളായി സ്വീകരിക്കണം. അത് വ്യാപകാർത്ഥത്തിൽ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുമ്പോൾ വീട്ടിലിപ്പോൾ ഒരു 10-15 വിഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോന്നിനും പ്രത്യേകം ടേസ്റ്റ് ചെയ്ത് അത് അവസാനം വായിക്കൂടെ ആമാശയത്തിൽ എത്തുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഭക്ഷണം നമുക്ക് രുചി നോക്കൽ ആവശ്യമായ ഘട്ടങ്ങളിൽ നമുക്കത് തൊണ്ടയിലേക്ക് ഇറങ്ങാതെ നാവിൽ മാത്രം ടേസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് തുപ്പിക്കളയണം. അതിനംശം വായിലില്ല എന്ന് ഉറപ്പുവരുത്തി നമ്മൾ വായ കഴുകിക്കളയണം. അങ്ങനെ രുചി നോക്കാം ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ. പക്ഷെ എന്നും എല്ലാ വക്തിനും എല്ലാ വിഭവങ്ങൾക്ക് ഇതന്നെ ആവർത്തിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം എന്താവും? ചിലപ്പോൾ അത് വയറ്റിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അലംഭാവം നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ അത്താഴത്തിന്റെ സമയത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന വിഷയം പറഞ്ഞത്. സൂക്ഷ്മത നമ്മൾ പാലിക്കണം, എന്നാൽ ഇളവുകൾ അതിന്റെ അർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കണം. മുങ്ങി കുളിക്കാം. നമ്മൾ ചില പണ്ഡിതന്മാർ അതിനെ വിലക്കിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കിലൂടെയോ മറ്റോ അകത്തേക്ക് വെള്ളം പോയി കഴിഞ്ഞാൽ വയറ്റിലേക്ക് എത്തുന്നുള്ളതിലാണ്. മുങ്ങി കുളിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മുടെ അകത്തേക്ക് എന്തെങ്കിലും സംഗതി എത്തുമെന്നുള്ള ഉറപ്പുള്ള എന്ത് മാർഗ്ഗമാണെങ്കിലും നമ്മൾ ആ പഴുതടക്കണം. അതാണ് നോമ്പ് മുറിക്കുന്ന കാര്യം. നമ്മളെ വയറ്റിലേക്ക് ആമാശയത്തിലേക്ക് എത്തുന്ന എന്ത് കാര്യമാണെങ്കിലും അത് നമ്മൾ ശ്രദ്ധിക്കണം. ശരി, ഇനി മറ്റൊരു മസല കൂടി ഈ വിഷയത്തിൽ പറയാനുള്ളത്, നോമ്പിൽ ഇളവ് നൽകപ്പെടുന്ന ആളുകളാണ്. അത് നമ്മൾ കഴിഞ്ഞ ദർസിൽ അല്പം വിശദീകരിച്ചിരുന്നു. നോമ്പ് ഒഴിവാക്കാൻ അള്ളാഹു സമ്മതം നൽകിയിട്ടുള്ളവർ അവർ 4 വിഭാഗക്കാരാണ്. ഒരു വിഭാഗം അവർക്ക് നോമ്പ് ഒഴിവാക്കാം. പക്ഷെ അവരെങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? അവർക്ക് ഖളാ കിട്ടിയാൽ മാത്രം മതി. ആരാണവർ? നിത്യരോഗികൾ. രോഗം മാറില്ല എന്ന്, രോഗത്തിന്റെ ശമനം പ്രതീക്ഷയില്ലാത്ത നിത്യരോഗികളായിട്ടുള്ള ആളുകൾ, അവർക്ക് നോമ്പെടുക്കാൻ കഴിയില്ല. അവരെങ്ങനെയാണ് അതിന് പ്രായശ്ചിത്തം നൽകേണ്ടത്?
അഫൻ, ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി, അവർ കഫാറത്താണ് നൽകേണ്ടത്. നോമ്പ് പിന്നെ ഒഴിവാക്കിയിട്ടുള്ള രോഗം മാറുമെന്ന് പ്രതീക്ഷയുള്ള രോഗികൾ, അവർക്ക് കഫാറത്ത് കൊടുക്കണോ? വേണ്ട. അവർ രോഗം മാറിക്കഴിഞ്ഞാൽ നോമ്പ് നോറ്റി വീട്ടിയാൽ മതി. അതുപോലെ തന്നെ യാത്രക്കാരുടെ വിഷയം പറയുമ്പോൾ ഒരല്പസമയം കൂടി നമ്മൾ പറഞ്ഞിട്ട് നിസ്കരിക്കാൻ ഇൻഷാ അല്ലാഹ്. യാത്രക്കാർ നോമ്പ് ഒഴിവാക്കാൻ സമ്മതമുള്ള യാത്രക്കാരാരാണ്? ഇവിടുന്ന് കോഴിക്കോട് പോകുമ്പോൾ, അതല്ലെങ്കിൽ ഇവിടുന്ന് പിന്നെ അല്ലെങ്കിൽ കുറച്ച് ദൂരം അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ നോമ്പ് ഒഴിവാക്കേണ്ടതുണ്ടോ? ഇല്ല. യാത്ര എന്ന് പറഞ്ഞാൽ ശറഇൽ യാത്ര, അല്ലെങ്കിൽ നാട്ടിൽ ഒരു യാത്ര പുറപ്പെടുന്നു എന്നുള്ള ഉദ്ദേശത്തിലുള്ള യാത്ര. പണ്ഡിതന്മാർ അതിന്റെ ദൂരപരിധി പറഞ്ഞു, ഒരു 70 to 80 കിലോമീറ്ററിനിടയിലുള്ള വൺ സൈഡ് യാത്രയാണെങ്കിൽ അത് നിസ്കാരം ജമ്മും കസറാക്കാൻ പ്രാപ്തമാകുന്ന യാത്രയാണ്. ഇങ്ങനെയുള്ള യാത്രയാണ് നോമ്പ് ഒഴിവാക്കാൻ സമ്മതമുള്ള യാത്ര. ആ യാത്രയിൽ തന്നെ നോമ്പ് ഒഴിവാക്കിയതുകൊണ്ട്, നോമ്പ് എടുത്തതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയാസമില്ല എങ്കിൽ നമുക്ക് നോമ്പെടുക്കലാണ് ഖൈർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യാത്രയിൽ നോമ്പെടുത്തിട്ടുണ്ട്. അതേ യാത്രയിൽ തന്നെ സ്വഹാബത്ത് നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. ഒരേ യാത്രയിൽ റസൂലുള്ളാഹി നോമ്പെടുക്കുന്നു, സ്വഹാബത്ത് നോമ്പ് ഒഴിവാക്കുന്നു. അതിൽ നിന്ന് പണ്ഡിതന്മാർ നൽകുന്ന പാഠം, ഒരാൾക്ക് നോമ്പെടുത്തുകൊണ്ട് യാത്രയിൽ പ്രത്യേകിച്ച് പ്രയാസമുണ്ടെങ്കിൽ അയാൾക്ക് ജമ്മും കസറാക്കാൻ പറ്റുന്ന യാത്രയാണെങ്കിൽ വരെ നോമ്പെടുക്കാം. അതാണ് അവൻ അഫ്ളൽ. കാരണം എന്താ? പിന്നീട് അത് നോറ്റുവിട്ടേണ്ട ആവശ്യമില്ല. നോമ്പ് എപ്പോഴും നമ്മൾ കടമാക്കി വെക്കുമ്പോൾ നോറ്റുവിട്ടാൽ നമുക്ക് ചിലപ്പോൾ പ്രയാസങ്ങളുണ്ടാവും, തടസ്സങ്ങളുണ്ടാവും. നമ്മൾ വേഗം ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അതേ സമയത്ത് റമദാനിൽ നോമ്പെടുക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ എന്തായാലും ഖളാവ് കിട്ടുമ്പോൾ. റമദാനിൽ അല്ലാത്തപ്പോഴാണ് നമ്മൾ ഖളാവ് കിട്ടുക. അപ്പം അത് നോമ്പുകാരൻ്റെ പിന്നെ യാത്രക്കാരൻ്റെ നോമ്പ് അവനെടുക്കുന്നതിൽ പ്രയാസമില്ലെങ്കിൽ അവന് നോമ്പെടുക്കാം. അതല്ല, ഒരാൾ നോമ്പ് ഒഴിവാക്കി, അവന് കുറ്റക്കാരനാവില്ല. അവൻ നോമ്പ് ഒഴിവാക്കാനും അവൻ അനുവാദമുണ്ട്. കസറാക്കാൻ പരിധിയുള്ള യാത്രയിൽ അവന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിലും നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതാണ്. പിന്നെ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹി ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും വമൻ കാന അലാ എന്തായിരുന്നു ആയത്ത്? മൻ കാന മരീദൻ ഔ അലാ സഫരിൻ. ഹദീസ് ആയത്തിൽ വന്നത് രോഗിയാകുക ഔ അലാ സഫരിൻ, അതല്ലെങ്കിൽ അവൻ യാത്രക്കാരനാകുക ചെയ്യുകയാണെങ്കിൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, അവൻ മറ്റു ദിവസങ്ങളിൽ നോമ്പ് നോറ്റ് വീട്ടിയാൽ മതി. അപ്പൊ യാത്രക്കാരൻ അവന്റെ യാത്രയിൽ നോമ്പെടുത്താൽ പ്രയാസമില്ലെങ്കിൽ പോലും അവന് നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുണ്ട്. അവൻ നോമ്പ് നോറ്റ് വീട്ടിയാൽ മതി. പക്ഷേ നോമ്പെടുക്കലാണ്, പ്രയാസമില്ലെങ്കിൽ നോമ്പെടുക്കലാണ് അവന് ഉത്തമം. അതുപോലെ തന്നെ നമുക്കറിയാം, ഹൈലുകാരി, നിഫാസുകാരി, അവർ നോമ്പ് നോറ്റ് വീട്ടിയാൽ മതി. ഗർഭിണി, മുലയൂട്ടുന്ന സ്ത്രീകൾ, ഈ വിഷയത്തിൽ സ്ത്രീകൾക്ക് എപ്പോഴും ആശയക്കുഴപ്പമുണ്ടാകുന്നൊരു വിഷയമാണത്. ഗർഭിണികളും സ്ത്രീകളും തങ്ങളുടെ ആരോഗ്യവും അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുവിൻ്റെയോ മുലയൂട്ടുന്ന കുട്ടികളുടെയോ ആരോഗ്യം ഒരുപോലെ ഭയപ്പെടുകയാണെങ്കിൽ അവർ നോമ്പ് ഒഴിവാക്കി പിന്നീട് ഖളാ വീട്ടിയാൽ മാത്രം മതി. അവർ ഫിദിയ കൊടുക്കേണ്ടതില്ല. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, തങ്ങളുടെ ആരോഗ്യത്തെ അവർ ഭയപ്പെടുന്നില്ല, കുട്ടിയുടെ ആരോഗ്യത്തെയാണ് അവർ ഭയപ്പെടുന്നത്, സ്വന്തം നഫ്സിനെ ഭയപ്പെടുന്നില്ല എങ്കിൽ ഈ വിഷയത്തിൽ 3 അഭിപ്രായമുണ്ട് ഫിഖഹാക്കൾക്കിടയിൽ. അവർ ഫിദിയ മാത്രം കൊടുത്താൽ മതി, നോറ്റ് വീട്ടണ്ട എന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്, പ്രസിദ്ധരായ ഉലമാക്കളുണ്ട്. അതുപോലെ തന്നെ അവർ ഖളാ വീട്ടിയാൽ മതി, ഫിദിയ കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞ അതിൽ ഏറ്റവും സൂക്ഷ്മമായ നിലപാട്, അവർ ആ മുലയൂട്ടുന്ന കാലയളവ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗർഭത്തിന്റെ കാലയളവ് കഴിഞ്ഞാൽ അവരുടെ പ്രയാസം നീങ്ങിക്കഴിഞ്ഞാൽ അവർ നോമ്പ് നോറ്റുവിട്ടുകയും ഒപ്പം ഫിദിയ കൊടുക്കുകയും വേണം. ഇതാണ് ഏറ്റവും സൂക്ഷ്മമായ അഭിപ്രായം. എന്നാൽ അവർ നോമ്പ് നോറ്റുവീട്ടിയാൽ മാത്രം മതി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ ചെയ്താലും അവർക്ക് ആ ബാധ്യത ഒഴിവാകുന്നതാണ് എന്ന് പറഞ്ഞ ആധുനികരായ പണ്ഡിതന്മാരെയും നമുക്ക് കാണാം. ഏറ്റവും സൂക്ഷ്മമായ അഭിപ്രായം ഫിദിയും ഖളാവും ഒരുമിച്ച് നിർവഹിക്കുക എന്നുള്ളതാണ്. എന്നാൽ കുട്ടിയുടെ വിഷയത്തിലും തൻ്റെ വിഷയത്തിലും ഒരുപോലെ ഭയപ്പെട്ടവർ അവർ ഖളാ മാത്രം വീട്ടിയാൽ മതി. അതുപോലെ തന്നെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, മാറാരോഗികൾ, വൃദ്ധന്മാർ, അവർ നോമ്പെടുക്കാൻ അവർക്ക് പ്രയാസമുണ്ട്, അവർക്ക് വേണ്ടി ഫിദിയ കൊടുക്കുകയാണ് വേണ്ടത്. ഒരു ദിവസം ഒരു പാവപ്പെട്ടവനുള്ള ഭക്ഷണം, അത് നമ്മൾ ധാന്യം കൊടുക്കുകയാണെങ്കിൽ, അരി കൊടുക്കുകയാണെങ്കിൽ 1.5 കിലോ, അരസ്വാ അരി വീതം കൊടുക്കുക. അതല്ല, നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഖൈർ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ നോമ്പ് നഷ്ടപ്പെടുത്തി, അതായത് അയാൾക്ക് നോമ്പെടുക്കാൻ കഴിഞ്ഞില്ല, അയാൾക്ക് രോഗം കാരണം അയാൾ നോമ്പെടുത്തില്ല,
അടുത്ത വർഷം എത്തുന്നതിന് മുമ്പ് അയാൾ നോമ്പ് നോറ്റ് വീട്ടണം, ഖളാ വീട്ടണം. എന്നാൽ അയാൾ നോമ്പ് ഖളാ വീട്ടിയില്ല. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എന്താണ് അയാളുടെ വിധി? ഒരാൾ രോഗം കാരണം നോമ്പ് ഒഴിവാക്കി, അത് കഴിഞ്ഞ റമദാനിൽ നോമ്പ് ഒഴിവാക്കി, ഈ റമദാൻ എത്തിയല്ലോ. ഇതിനിടയിൽ അയാൾക്ക് അവസരം ഉണ്ടായിരുന്നു, അയാൾ നോമ്പ് നോറ്റ് വീട്ടിയില്ല. അയാൾ എന്താ ചെയ്യേണ്ടത്? എന്താണ് അയാളുടെ വിധി? അയാൾ ഈ റമദാനിൽ നോമ്പെടുക്കണം, അതിനുശേഷം കഴിഞ്ഞ റമദാനിൽ നോമ്പ് ഖളാ വീട്ടണം, ഒപ്പം ഫിദിയയും കൊടുക്കണം. ബോധപൂർവം അയാൾ നോമ്പ് ഖളാ വീട്ടാതെ പിന്തിച്ചതിൻ്റെ പേരിൽ അയാൾ നോമ്പ് നോറ്റുവീട്ടും വേണം, ഫിദിയ കൊടുക്കും വേണം. എന്നാൽ കാരണം ഉണ്ടായി, കഴിഞ്ഞ റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളുടെ അവസ്ഥ അതാണ്. കഴിഞ്ഞ റമദാനിൽ അവർക്ക് നോമ്പ് നഷ്ടപ്പെട്ടു. കഴിഞ്ഞ റമദാൻ ഗർഭിണിയായവർ ഈ റമദാനിൽ മുലയൂട്ടുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ റമദാനിൽ നോമ്പെടുക്കാൻ കഴിയില്ല. അവരെന്ത് ചെയ്യും? അവർ കഴിയുന്ന അടുത്ത റമദാനിൽ നോമ്പ് നോറ്റ് വീട്ടിയാൽ മതി, അടുത്ത റമദാനിന് മുമ്പ് നോമ്പ് നോറ്റ് വീട്ടിയാൽ മതി. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹദാ വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു വസല്ലം വബാറക നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.